الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒറ്റക്കാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. മുഴുവൻ സൃഷ്ടികളെയും അവൻ ഒറ്റക്ക് സൃഷ്ടിച്ചു. ഈ മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിക്കാൻ അല്ലാഹു തആലക്ക് ഒരു സഹായിനി ആവശ്യം വന്നിട്ടില്ല. അവൻ ഒറ്റക്ക് ഉണ്ടാക്കി എല്ലാത്തിനെയും. മുൻ മാതൃക ഇല്ലാതെ ഉണ്ടാക്കി. മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടാക്കി, അങ്ങനല്ല. ഒരു മാതൃകയേ ഇല്ലായിരുന്നു. അല്ലാഹു തആല മാതൃക ഇല്ലാതെ എല്ലാത്തിനെയും ഉണ്ടാക്കി. എല്ലാത്തിനെയും അവൻ സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിൽ ഒരാൾക്കും ഒരു നിലയിലുള്ള പങ്കുമില്ല. ഒരു പങ്കുമില്ല ഒരാൾക്കും. അത് ഒറ്റക്ക് ഉണ്ടാക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഏത് സമയത്താ വന്നത്, ഏത് സമയത്താ വരേണ്ടത്, ഏത് നാട്ടിലാ വരേണ്ടത് ഒന്നും നമ്മളാരും തീരുമാനിച്ചതല്ല. ഉമ്മക്ക് അറിയില്ല ഞാൻ ആൺകുട്ടിനാണോ ജന്മം കൊടുക്കുന്നത് പെൺകുട്ടിക്കാണോ ജന്മം കൊടുക്കുന്നത്, ഉമ്മക്ക് അറിയില്ല. അല്ലാഹ് അവന്റെ ഖുദ്റത്ത് കൊണ്ട് എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ. അല്ലാഹു തആല ഖുർആൻ ഷരീഫിൽ പറയുന്നുണ്ട്, യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിച്ചത് ഉണ്ടാക്കും. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ വയജഅലു മൻ യശാഉ അഖീമാ. അല്ലാഹു പറയാൻ ഓൻ ഉദ്ദേശിച്ചത് ഉണ്ടാക്കും. ഒരാൾക്കും അതിൽ ഒരു കളിയില്ല. യഹബു ലിമൻ യശാഉ ഇനാസ, ഓൻ ഉദ്ദേശിച്ചവർക്ക് പെൺകുട്ടികളെ കൊടുക്കും. വയഹബു ലിമൻ യശാഉ ദുകൂർ, ഓൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ആൺകുട്ടികളെ കൊടുക്കും. ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ, ആണിനും പെണ്ണിനെയും ഇടകലർത്തിയിട്ട് കൊടുക്കും, രണ്ടിനും കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമ, ഓൻ ഉദ്ദേശിച്ചവരെ വന്യകളാക്കി കളയും. അല്ലാഹു പറയാണ് ഓ ഉദ്ദേശിച്ചത് എന്നാണ് എല്ലാ സ്ഥലത്തും പറഞ്ഞത്. ഇതിലൊന്നും ആർക്കും ഒരു കൈകടത്തലുമില്ല. നമ്മളെ വരവിൽ നമുക്കൊരു പങ്കുമില്ല. ഇനി നമ്മളെ പോകൽ അതിലും ഒരു പങ്കുമില്ല.
നമ്മളെ ജീവിച്ചിരിക്കൽ അതിലും നമുക്കൊരു പങ്കുമില്ല. നമ്മൾ ഒറ്റക്ക് ആലോചിക്കുക, പിന്നെ നമ്മളെന്താണ്? നമ്മളെ വരവിൽ നമുക്ക് പങ്കില്ല, നമ്മളെ പോകിൽ പങ്കില്ല. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? എത്ര സമയം ജീവിച്ചിരിക്കും? ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഗ്യാരണ്ടി കൊടുക്കും. 1 year, 2 year, 5 year എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഉണ്ടാക്കിയ കമ്പനി അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആള് അയാൾക്കൊരു ഗ്യാരണ്ടി ഇല്ല. അല്ലാഹു തആല അവന്റെ ഖുദ്റത്ത് അവന്റെ ഖബ്ലയിൽ വെച്ചിരിക്കുകയാണ് എല്ലാത്തിനെയും. ഇവിടെ വലിയ സംഭവം എന്ന് വിചാരിക്കുന്നത് മനുഷ്യനാണ്. ഈ പ്രപഞ്ചത്തിൽ ഭയങ്കര എന്തൊക്കെ ആണെന്ന് വിചാരിക്കണ ഈ മനുഷ്യനാണ്. ഇവന്റെ കഥ എങ്ങനെയാണ് നമ്മൾ അറിയില്ല. നമ്മളെ നെഞ്ഞിന്റെ മിടിപ്പ്, ഹൃദയത്തിന്റെ മിടിപ്പ്, അത് നമ്മൾ ആരും കയ്യിലല്ല. എപ്പോ വേണമെങ്കിൽ സ്റ്റോപ്പാക്കാം. അവിടെ നമുക്ക് ആർക്കും ഇത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞ് എഴുതി തന്നിട്ടുമില്ല. 50 കൊല്ലം എന്തായാലും ഉണ്ടാവും, ഞാൻ മട്ടത്തിന് ജീവിച്ചോ? ഇല്ലല്ല. അല്ലാഹു തആല പറഞ്ഞു പരീക്ഷണത്തിന് വേണ്ടി അയച്ചതാണ്. ഒരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ എനിക്ക് കാലാകാല സുഖമുണ്ട്. അവിടെ പിന്നെ മരണമില്ല. അവിടെ നിന്റെ ഇഷ്ടാണ്. അവിടെ സ്വർഗവാസിന്റെ ഇഷ്ടാണ്. അതിന്റെ അപ്പുറത്തേക്ക് അല്ലാഹ് ഇടപെടില്ല. ഇഷ്ടം പോലെ സ്വർഗവാസി എന്താണോ വിചാരിച്ചത് അത് അതേപോലെ, അതിൽ ഒരു മാറ്റമില്ല. പക്ഷെ ഇവിടെ കുറച്ചു കാലം ഇന്നനുസരിച്ച് ജീവിക്കണം. ഞാൻ നിന്നെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അയച്ചതാണ്. മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അയച്ചത്. ഈ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര കാലം ഉണ്ടോ അറിയില്ല. നമ്മൾ സാധാരണ പറയലുണ്ട് 60, 70, 70 കൊല്ലത്തെ ജീവിതമാണ് ആകെ ഭൂമിയിൽ എന്നൊക്കെ പറയും. സാർമാരെ ആർക്കില്ല 60, 70 എന്നൊക്കെ ഞമ്മക്ക് വേണ്ടി പറയാം. ഞമ്മക്കുണ്ടോ? അല്ലാഹ് നമുക്ക് ദീർഘായുസ്സും ആഫിയത്തൊക്കെ തീരുമാറാവട്ടെ. നമ്മളങ്ങനെ പറഞ്ഞു പോവാണ്. നമ്മൾ വിചാരിക്കണ മുഴുവൻ നമുക്കുണ്ട്. അതൊരു ശരാശരി പറഞ്ഞതാണ്. ആമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ഏകദേശം ശരാശരി വയസ്സ് 60, 70 ഇടയിലാണെന്നൊരു ശരാശരി പറഞ്ഞതാണ്. പൂർത്തിയാക്കിക്കൊള്ളണമെന്ന് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇതിന്റെ ഇടയിലുള്ള ഈ ജീവിതം എന്താ? ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ എത്ര അർത്ഥമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഈ ഭൂമിയിലെ ഈ ജീവിതത്തിനെ പറ്റി ഒരു കണ്ടത്, അവർക്ക് ദീൻ കിട്ടിയപ്പം പിന്നെ ഇതൊന്നും അവർക്കൊരു പ്രശ്നമില്ലാതായി. ആദ്യം ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായി കണ്ട ആൾക്കാരായിരുന്നു. ജീവിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് കണ്ട ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ ഇച്ഛകൾക്കനുസരിച്ച് അർമ്മതിച്ച് ജീവിച്ച ആൾക്കാർ. പക്ഷെ അവർക്ക് ദീൻ കിട്ടിയപ്പം ഏറ്റവും നല്ല ആൾക്കാരായി. അവർക്ക് പിന്നെ ഇവിടെ ഒന്നും വേണ്ട. ഒരു വലിയ ലക്ഷ്യം കണ്ടു. നമ്മൾ ഇവിടെ വെറുതെ വന്നതാണ്, ഇഷ്ടത്തിന് വന്നതല്ല, ഇഷ്ടത്തിന് പോകാനുള്ള ആൾക്കാരും അല്ല. ഒരു കൊറോണ കാലം നമ്മൾ ആരാണോ അയച്ചത്, നമ്മളെ സൃഷ്ടിച്ചവൻ, പരിപാലിക്കുന്നവൻ, നമ്മളെ സംരക്ഷിക്കുന്നവനായ അല്ലാഹനെ അനുസരിച്ചാൽ പിന്നെ കാലാകാലത്തേക്ക് സുഖിച്ചൂടെ? ഇതാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ ചിന്തിച്ചത്. ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കി നമുക്ക് മനസ്സിലാവും. ഇസ്ലാം കിട്ടിയതോട് കൂടി അവരുടെ ജീവിതത്തിന്റെ രീതി മാറ്റി. ഒരു വലിയ ആഖിറത്തിനെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരായി മാറി. സാർമാരെ, സ്നേഹമാരെ, ഇങ്ങക്കും ഇസ്ലാം കിട്ടി, ആഖിറത്തിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ആഖിറത്തിനെ പറ്റിയുള്ള ചിന്തയില്ല. ആഖിറത്തിൽ എങ്ങനെ രക്ഷപ്പെടുന്നതിനെ പറ്റി ആലോചിക്കണില്ല. നമ്മൾ ഇപ്പോഴും ആലോചിക്കുന്നത് ഇവിടെ എങ്ങനെ മറികടക്കാൻ പറ്റും, ഇവിടത്തെ മനുഷ്യന്റെ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും. എനിക്കൊരു പെര ഉണ്ടാക്കണം, ആ പെര എങ്ങനെ സെറ്റപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. എനിക്കൊരു ബിസിനസ് തുടങ്ങണം, എങ്ങനെ സെറ്റപ്പ് ആക്കാൻ പറ്റും. ഇതിനെപ്പറ്റി ആലോചിച്ച് ഇതിന്റെ ചിന്തയിൽ ഇതിനു വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും പാടുപെടുകയും ചെയ്യാൻ മനുഷ്യർ. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർക്ക് ഇസ്ലാം കിട്ടിയതോട് കൂടി ഓരോ ജീവിതത്തിന്റെ അവസ്ഥ എന്തേ, എനിക്ക് ആഖിറത്തിൽ എങ്ങനെ ഇത് നേടാൻ പറ്റും. ആഖിറത്തിന്റെ ചിന്തയിൽ അവർ അവരുടെ ദുനിയാവിന്റെ സുഖങ്ങളെയും രസങ്ങളെയും ഹരങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വരെ തയ്യാറായി. ഇത് പറഞ്ഞാലും കൂടി ഇന്ന് നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥയിലായി നമ്മളെ ജീവിതം അങ്ങനെയാണ് ഉള്ളത്. നമ്മൾ കാണുന്നത്, നമ്മളെ വാപ്പനെ കണ്ടത് അങ്ങനെയാണ്, നമ്മളെ വല്യാപ്പനെ കണ്ടതും അങ്ങനെയാണ്, നമ്മളെ വാപ്പന്റെ വല്യാപ്പനെ കണ്ടത് അങ്ങനെയാണ്, വല്യാപ്പന്റെ വല്യാപ്പനെ കണ്ടത് അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു സിൽസില, ഒരു ചങ്ങല എങ്ങനെ പോയോണ്ടിരിക്കാണ്. ഓരോരുത്തർ ഇങ്ങനെ പണിയെടുക്കുക.
സ്വന്തത്തിന് വേണ്ടിയിട്ട്. ഇയാൾക്ക് സ്വന്തം ജീവിക്കാനുള്ള ഇഷ്ടം പലപ്പോഴും തന്നെ ഉണ്ട്. പക്ഷെ അങ്ങനല്ല, വേറെ കുട്ടികൾ, മക്കൾ, ഈ തറവാട്, ഇതിന്റെ മഹത്വം, ഇതിന്റെ അന്തസ്, ഇതിന്റെ മഹിമ, ഇത് നിലനിർത്തണം. ഇതിനു വേണ്ടിയിട്ട് മെനക്കിടാണ് മനുഷ്യർ. സാർമാരെ, ഒറ്റക്ക് നമ്മൾ ആലോചിക്കുക, നമ്മൾ ആരാണ്? നമ്മൾ എന്താ ഉണ്ടാക്കുക? ഉണ്ടാക്കിയത് നമ്മൾ എന്താ ചെയ്യാ? അതുകൊണ്ട് സഹാബക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ മുന്നിൽ വലിയ ചിന്തയായിരുന്നു ആഖിറം എന്നുള്ളത്. ആഖിറത്തിന്റെ ബോധമില്ലാത്ത മനുഷ്യർ നാളെ വലിയ നഷ്ടവാളികളായിരിക്കും. ബുദ്ധിയില്ലാത്ത ആൾക്കാരെന്നാണ് ഹദീസിന്റെ താല്പര്യം നമുക്ക് മനസ്സിലാക്കി തന്നെ. ദുനിയാവിന്റെ ഈ രസങ്ങളിൽ, സുഖങ്ങളിൽ, ഹരങ്ങളിൽ, ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്തുള്ള ജീവിതത്തിനെ മെച്ചപ്പെടുത്താൻ, ഇതിനെ കരുപിടിപ്പിക്കാൻ വേണ്ടി മനുഷ്യന്റെ ഒരു വലിയ പുരുഷായുസ് മുഴുവൻ ഇതിന്റെ പിന്നിൽ ചെലവാക്കാന്ന് പറഞ്ഞാൽ ഓ മടയനാണെന്ന്. കാരണം ഇത് മരണത്തോടു കൂടി വിട്ടിട്ട് പോവാൻ. വലിയ വലിയ തോട്ടങ്ങൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, വില്ലകൾ, റിസോർട്ടുകൾ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ അയാൾ മരിച്ചാൽ എന്താണ് അയാൾക്ക് അതിന്റെ കാര്യം? ഇത് മനുഷ്യൻ ആലോചിക്കില്ല. അവിടെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഇതിപ്പോ പറഞ്ഞാലെന്ന് ഇയാൾക്ക് ലെവലില്ല എന്നൊക്കെ തോന്നുന്നു ചിലപ്പം. കാരണം നമ്മൾ അങ്ങനെ ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വൈകുന്നേരം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓപ്പോസിറ്റ് ആരെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് സുഖമില്ല എന്ന് പറയലാണ് എളുപ്പം. സഹോദരന്മാരെ, സ്നേഹിതന്മാരില്ല. സഹാബക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അത് ഖൈബറിന്റെ തൊട്ടു മുമ്പാണ് മുസ്ലിം ആയത്. ചെറുപ്പക്കാരനാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബാക്കിയുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഭയങ്കര ധീരനായിരുന്നു, ഭയങ്കര സൽസ്വഭാവിയായിരുന്നു, ഭയങ്കര പടച്ചോനെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു, ആഖിറത്തിന്റെ വലിയ ഫിക്റുള്ള ആളായിരുന്നു. ഷാമിൽ ഗവർണറായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ ഷാമിന്ന് മാറ്റണമെന്ന് അവസ്ഥ വന്നപ്പം അതിന് പകരക്കാരനായിട്ട് വെക്കണം ഒരാളെ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. ഞാൻ നിയമിക്കണ എന്റെ ഗവർണർ, എന്റെ ഉദ്യോഗസ്ഥർ, അവർ ചെയ്യുന്ന എന്തെങ്കിലും തിന്മകൾ, കുറ്റങ്ങൾ, അവർ ചെയ്യുന്ന അനീതികൾ, അതിന്റെ ഒന്നാമത്തെ പ്രതി ഞാനാണെന്ന് ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരുന്നു. അവരിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ഒന്നാമത്തെ പ്രതി ഞാനാണ്, ഇത് മനസ്സിലാക്കുകയായിരുന്നു. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ ഗവർണറാക്കാന്നൊക്കെ പറഞ്ഞാൽ വല്ലാതെ ആലോചിച്ചിട്ട് ചെയ്യുന്ന പണിയാണ്. അങ്ങനെ അദ്ദേഹം ആലോചിച്ച് ഓരോരുത്തരെ കണ്ടെത്തി, പരിശ്രമിച്ചു, പരിശോധിച്ചു. അവസാനം ഈ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ തീരുമാനമായി. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഷാമിന്റെ ഖിലാഫത്തെ ഗവർണർ പദവി ഏറ്റെടുക്കണം. അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസമായി. അദ്ദേഹം പറഞ്ഞു, അത്ര ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എന്നോടാവില്ല. സാർമാർ, ആഖിറത്തിന്റെ പേടിയുള്ള ആൾക്കാർ ദീനിന്റെ നല്ല ദുനിയാവിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വലിയ പേടിക്കും. കാരണം ഇതിലൊക്കെ എന്തെങ്കിലും സംഭവിച്ച പ്രശ്നം വിചാരിച്ചിട്ട്. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നോട് പറ്റൂല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടെ നടക്കൂല. കാരണം ഇവിടെ ആരത് പിന്നെ പുള്ളു കൊണ്ടെടുക്കാം. നിങ്ങളെപ്പോലത്തെ ആൾക്കാർ എന്നോട് സഹകരിച്ചിട്ടില്ലെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് നിർബന്ധിച്ചു, ആക്കി. അപ്പൊ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ എന്റെ ഭാര്യയും കൊണ്ടുപോയിക്കോ ഷാമിലേക്ക്. ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നല്ല തുകയും കൊടുത്തു. ഇയാൾ പോയിട്ട് റാഹത്തായിട്ട് ജീവിച്ചോ. അവിടുത്തെ ആളുകളുടെ ഇടയിൽ നല്ല നിലയിൽ ഭരണം നടത്തുക, അവരിൽ നിന്ന് ജിസിയ, അവരിൽ നിന്ന് കിട്ടാനുള്ള കപ്പം, കരം, ടാക്സ് അത് വാങ്ങുക. എന്നിട്ട് അത് അവിടെ ആവശ്യം വരികയാണെങ്കിൽ അവിടെ ചെലവാക്കുക, അല്ലെങ്കിൽ മദീനയിലേക്ക് അയക്കാം. ഏതായാലും അദ്ദേഹം തയ്യാറായി, പോണ്ടി വന്നു. ഭാര്യനും കൂട്ടി പോവാണ്. വലിയൊരു തുക കൊടുത്തിട്ടുണ്ട് അമീറുൽ മുഅ്മിനീൻ ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു. അവിടെ എത്തി നോക്കുമ്പോ ഷാം മുമ്പേ ഭയങ്കര അടിച്ചുപൊളിന്റെ സ്ഥലമാണ്, വലിയ വ്യാപാര കേന്ദ്രമാണ് ഷാം. നമ്മൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി യാത്ര പോയിരുന്നു എന്നൊക്കെ. ഷാം അന്നേ വലിയ കച്ചവട കേന്ദ്രമാണ്, വലിയ നാഗരികത ഉള്ള സ്ഥലമാണ്, വലിയ പരിഷ്കാരമുള്ള സ്ഥലമാണ്. നൈൽ നദീ തട സംസ്കാരം എന്നൊക്കെ നമ്മൾ ഉദാഹരണം പറയില്ലേ, അതൊക്കെ ഈ ഷാമാണ്. അതുകൊണ്ട് ഷാമിലേക്ക് പോയപ്പം അവിടെ ഭയങ്കര പളപളപ്പും പച്ചപ്പൊക്കെ ഉണ്ട്. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഭാര്യനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ കുറച്ച് പൈസ തന്നിട്ട് നമുക്ക് താമസിക്കേണ്ട ഒരു സൗകര്യം ഉണ്ട്. ഇനി നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വാങ്ങാം. ബാക്കി പൈസ നമുക്ക് ഇവിടെ ഷാം വലിയൊരു ബിസിനസ് കേന്ദ്രമാണ്, നമുക്ക് അതിലേക്ക് നമ്മളെ സമ്പത്ത് ഇറക്കാൻ.
ഭാര്യ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഭാര്യ വളരെ ഷോർട്ട് ലിസ്റ്റ്, അത്യാവശ്യത്തിന് മാത്രമുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുത്തു. ആ ലിസ്റ്റ് അനുസരിച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ പോവാണ്. ബാക്കിയുള്ള പൈസ കച്ചവടത്തിലിറക്കി. ജീവിതം ഭയങ്കര ഞെരുങ്ങിട്ട് പോവാണ് അവരത്. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഭാര്യ ചോദിച്ചു, കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കച്ചവടം കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്, ലാഭകരം തന്നെയാണ്, ഉഷാറായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ലാഭത്തിന്റെ അവസ്ഥ ഒന്നും പെരേൽക്ക് യാതൊരു അറിവില്ല. കുറെ ദിവസം ഒരു പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് വീണ്ടും ചോദിച്ചു, എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം കുഴപ്പമില്ല, ഉഷാറാണെന്ന്. പിന്നെയും കുറെ ദിവസം സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഒരു ബന്ധു കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തിൽ ഇങ്ങനെ എന്തോ കാര്യം സംസാരിക്കേണ്ടതിനുള്ള ഭാര്യ ചോദിച്ചു, അല്ല നമ്മളെ കച്ചവടത്തിന്റെ കാര്യം എന്തായിരുന്നു? ഈ സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഈ ബന്ധുവിനെ അറിയാതെ എന്ത് കച്ചവടത്തിലാ പൈസ ഇട്ടത്? അപ്പൊ അദ്ദേഹം ഒന്നും ഇങ്ങനെ ചിരിച്ചു. അപ്പൊ ഭാര്യക്ക് മനസ്സിലായി എന്തുകൊണ്ടെന്ന്. ഭാര്യ പിന്നെ ഭർത്താവിനോട് കാര്യമായിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ എവിടെയാണ് പൈസ ചെലവാക്കിയെന്നൊക്കെ ചോദിച്ചു. അപ്പം സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു തുറന്നു പറഞ്ഞു കൊടുത്തു, ഞാൻ കച്ചവടത്തിൽ സമ്പത്ത് ചെലവാക്കിയത്, ഞാൻ ആ പൈസ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സ്ഥലമുണ്ട്, അത് ആഖിറാണ്, അവിടത്തേക്ക് വേണ്ടി ഞാൻ അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കിയതാണ്. അത് വലിയ ലാഭമാണ്, വലിയ ലാഭമുള്ള കച്ചവടത്തേക്കാണ് ഞാൻ ചെലവാക്കിയത് എന്ന് പറഞ്ഞു. സ്വാഭാവികം ഭയങ്കര ഞെരുങ്ങി ജീവിക്കുകയാണ് ഒരു ഭാര്യ. പറഞ്ഞു, നമ്മളെ ആവശ്യം പൂർത്തിയാക്കിയിട്ട് കൊടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവരെ മുഖത്തിലൊരു പ്രയാസമൊക്കെ ഉണ്ടായി. സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പോലെ ഒരു മുഖമൊക്കെ ഇങ്ങനെ ഒരു വലിയ ഒരു വിഷമത്തിന്റെ രീതിയിലും കുറച്ചിങ്ങനെ ഒരു കുറുമ്പുമാതിരി. സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാരണം എനിക്കറിയല്ലോ, എനിക്ക് കുറെ കൂട്ടുകാരുണ്ടായിരുന്നു, ഓരൊക്കെ ഒരു വഴിക്ക് യാത്ര ചെയ്തു, ഓരൊക്കെ ആ ലക്ഷ്യത്തിലെത്തി, ഞാനും ആ വഴിക്ക് യാത്ര ചെയ്യാൻ വിചാരിക്കാണ്. ആ വഴി വിട്ടിട്ട് എനിക്ക് വേറെ പരിപാടിയില്ല, ഞാനും ആ വഴി തന്നെ പോണേ, ഓരൊറ്റ സ്ഥലത്ത് തന്നെയാണ് എനിക്കും എത്താനുള്ളത്. പിന്നെ നിനക്കറിയല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഭയങ്കര അംഗലാവണ്യമുള്ള ഭയങ്കര സൗന്ദര്യമുള്ള സുന്ദരികളായ സ്ത്രീകളെ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു വിരൽപൂച്ചം കാണിച്ചാൽ സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രഭ അസ്തമിച്ചു പോകും. അത്രത്തോളം വലിയ സൗന്ദര്യത്തിന്റെ ഉടമകളായ സ്ത്രീകളെ അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സ്ത്രീകൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി അവരെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ ബുദ്ധിയല്ല, അവർക്ക് വേണ്ടി നിന്നെ ഉപേക്ഷിക്കൽ വേണമെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞു. ഭാര്യക്ക് വേഗം മനസ്സിലായി. ഭാര്യ മനസ്സിലാക്കി ഇത് ഭർത്താവിന്റെ കൂട്ടത്തിൽ ജീവിച്ചു പോലാണ് ബുദ്ധിയെന്ന്. ഒരു ഭർത്താവിന്റെ കൂടെ സഹകരിച്ചു. സാർമാർ സിനിമ നമ്മൾ ഒറ്റയ്ക്കൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ചെറുപ്പക്കാരൻ ഓനോന്റെ ഭാര്യ കൂട്ടത്തിലുണ്ട്, ഒരു സമ്പത്തും ഉണ്ട്, ഒരു നാടിന്റെ വലിയ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്, നല്ല നാഗരികതയും നല്ല സെറ്റപ്പിൽ ജീവിക്കാൻ പറ്റുന്ന ടൗൺഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ, അവിടെയാണ് ജീവിക്കാൻ വേണ്ടി വിട്ടത്. പക്ഷെ വളരെ പഴക്കം ചെന്ന സഹാബിയൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഖൈബറിന്റെ തൊട്ടു മുമ്പ് മുസ്ലിം ആയതാണ്. ബദറും ഉഹദും അതൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ ആ സഹാബിന്റെ മാനസികാവസ്ഥകൾ ആലോചിക്കും. ആഖിറം ഇതൊരു സഹാബിയല്ല, സഹാബാക്കളുടെ അവസ്ഥ എങ്ങനെ? ഏത് സഹാബാക്കൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഏത് സഹാബാക്കൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഓരോ മനസ്സ് ആഖിറത്തിലുണ്ടായിരുന്നു. അതിനുവേണ്ടി എന്ത് ത്യാഗത്തിനൊരു തയ്യാറായിരുന്നു. ഈ സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഒന്നും അയക്കില്ല മദീനയിലേക്ക്, ഒന്നും അയക്കില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനാണ് ഈ ഗവർണർമാരെ പറ്റി ഇടക്കിടക്ക് ഇങ്ങനെ ബേജാറാവും ചെയ്യും. ഇവര് ഒന്നും അയക്കണമില്ല, ഒരു വിവരവും ഇല്ല. സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ആ ഈ ഷാമിൽ പോയിട്ട് അവിടുത്തെ ആ അടിച്ചുപൊളി ലൈഫിൽ ആരും കുടുങ്ങിയിട്ടുണ്ടാവും, സയ്യിദ് ബിൻ ആമിറും കുടുങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിലും എന്തെങ്കിലും വിവരം വേണ്ടേ, ഇങ്ങോട്ടൊന്നും അയക്കണില്ലല്ലോ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓരോ പ്രദേശങ്ങള് ഓരോ ഗവർണർമാർ ഈ നാടിന് സന്ദർശിച്ച് വരുന്നതിന്റെ കൂട്ടത്തിൽ ഷാമിലെത്തി. ഷാമിലെത്തിയപ്പം സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. അതേ പറഞ്ഞു, നീ ഒന്നും ആണ്ട് വിവരം അറിയിക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് അയക്കണമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ആഴത്തിലാണ്, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സംതൃപ്തിയിലുള്ളത്, ഞാൻ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഇവിടുത്തെ ആവശ്യക്കാർക്ക് തന്നെ ഞാൻ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ അങ്ങോട്ടേക്ക് അയക്കാനൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു നാട്ടുകാരോട് ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങളെ ഗവർണർ?
ആൾക്കാർ പറഞ്ഞു അയാൾ കുഴപ്പമില്ല. ഈ ഷാമിന് അന്ന് അങ്ങനെ ഹിമ്മസ് എന്നാണ് സ്ഥലത്തിന്റെ പേര്, അദ്ദേഹത്തിനെ ഗവർണറാക്കിയ ആ സ്ഥലത്തിന്റെ പേര്. ആ നാട്ടുകാരൊരു പ്രത്യേകതയാണ്, താരീഖിന്റെ കിതാബിലുണ്ട്. ഒരാൾക്ക് ആരും ഇഷ്ടപ്പെടാത്ത അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില പള്ളി ഉണ്ടാവും അവിടെ ഏത് ഇമാം വന്നാലും പിടിച്ചിക്കാൻ കഴിയില്ല, ഉച്ച ഇമാമിന് പിടിച്ചിക്കാൻ കഴിയില്ല. കാരണം അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും, ആ ആൾക്കാരെടുത്ത് പിടിച്ചിക്കാൻ കഴിയില്ല. ഓരോ കൊല്ലം എന്ത് ചെയ്യും, ഫുൾ കംപ്ലൈന്റ്. അയാൾ ഇങ്ങനെ ഉണ്ട്, അയാള് സലാം നീട്ടി വീട്ടുണ്ട്, അയാളെ വലല്ലാലിന് കുറച്ച് നീട്ടം കൂടുതലാണ്, എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇങ്ങനെയുള്ള ഒരു നാടാണ് ഹിമ്മസ് എന്ന് പറഞ്ഞത്. ഓരെന്തായാലും കംപ്ലൈന്റ് പറയും. ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു ഇയാളെ പറ്റി നമുക്ക് 4 കംപ്ലൈന്റ് ഉണ്ട് പറഞ്ഞു, 4 പരാതിയാണുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ആ പരാതി? അപ്പൊ അത് ഒരു ഒരുപാട് കൂടി പറയാനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങൾ എല്ലാവരും പാടെ പറയില്ല, ഒരാൾ പറയും എത്ര കംപ്ലൈന്റ് ഉണ്ട് എന്നാവും പറയാൻ. ഒരു പറഞ്ഞു ഒന്ന് ഇയാൾ നേരം വൈകിട്ടാ വരില്ല. രണ്ടാമത്തേത് രാത്രി ഇയാളെ മഷിട്ടോക്കിയാൽ കാണൂല, ഇയാള് രാത്രി കിട്ടൂല. മൂന്നാമത്തെ ഇയാള് മാസത്തില് ആഴ്ചയില് ഒരു ദിവസം ഉണ്ടാവൂല, അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസമോ മറ്റോ ഉണ്ടാവൂല. പിന്നെ ഒന്ന് ഇയാളെ കുറ്റല്ല, 4 ഞമ്മക്ക് പ്രശ്നമാണ്. ഇയാൾ ഇടക്കിടക്ക് ബോധക്കേടുണ്ടാവും പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആകെ ബേജാറായി. പടച്ചോനെ, ഒരാളെ ഗവർണറായിട്ട് അയച്ചതാണ് ഇങ്ങനത്തെ കംപ്ലൈന്റ്. ഉമർ റളിയല്ലാഹു അൻഹു ആൾക്കാരൊക്കെ വിളിച്ചിട്ട് സയ്യിദ് ബിൻ ആമിറിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആൾക്കാർ കംപ്ലൈന്റ് പറയുന്നുണ്ട്, സയ്യിദ് അതിന് മറുപടി പറഞ്ഞു കൊടുക്കണേ. തർശേറ്റ് എല്ലാ ആൾക്കാരും കൂട്ടിയിട്ടുണ്ട്. ആൾക്കാരിങ്ങനെ ഓരോരുത്തരെ ഓരോ കംപ്ലൈന്റ് പറഞ്ഞു. ഇയാള് രാവിലെ നേരത്തെ വരൂല എന്ന് പറഞ്ഞു. സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു ഇയാൾ കംപ്ലൈന്റിന് മറുപടി അറിയായിരുന്നു. സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്റെ വീട്ടിൽ ആരും പണിക്കാരില്ല, ഞാനാണ് ആട്ട കുഴച്ചിട്ട് മാവ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കി അത് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ വരല്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഖാദിമിങ്ങൾ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ആ പണിയൊക്കെ എടുത്തിട്ടാണ് വരല്. ഓക്കെ, ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ഭയങ്കര സമാധാനായി. ഓ, അടുത്തെന്താ രാത്രി ഇയാളെ കാണൂല. സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇത് ഞാൻ ആരോടും പറയാത്ത കാര്യമാണ്, പക്ഷെ ജനങ്ങൾ ഇതിനെപ്പറ്റി അങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞാൽ മറുപടി പറയണല്ലോ എന്ന് വിചാരിച്ച് പറയണേ. പകൽ മുഴുവൻ ഞാൻ അള്ളാഹുവിന്റെ അടിമകൾക്ക് ഒരു ഖിദ്മത്തും കാര്യങ്ങളൊക്കെ ചെയ്യാണ്, രാത്രി ഞാൻ എൻ്റെ റബ്ബായ അള്ളാഹിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇബാദത്തിലും എൻ്റെ ബാക്കി കാര്യത്തിലുണ്ടായിരുന്നു രാത്രി. ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര സന്തോഷമായി. അടുത്ത ചോദിച്ചു ഇയാളെ ഇടയ്ക്ക് ഉണ്ടാവൂല. സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്ക് ആകെ ഉള്ളത് ഒരു വസ്ത്രമാണ്, അത് ഞാൻ അലക്കി ഉണക്കി ഒക്കെ ആകുമ്പത്തിന് അന്നത്തെ ദിവസം കഴിയും, എനിക്ക് വരാൻ പറ്റില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര സന്തോഷമായി. പിന്നെ ബോധക്ഷയം ഉണ്ടാകുന്ന കാര്യം ചോദിച്ചു ആൾക്കാർ, ഇടക്കിടക്ക് ബോധക്കേടുണ്ടാവുക. ഇപ്പൊ സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റുന്ന സമയം അന്ന് ഞാൻ മുസ്ലിം അല്ല, ഞാൻ ശത്രുക്കളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ വലിയൊരു ആൾക്കൂട്ടത്തിൽ വെച്ചിട്ടാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റിയത്. ഖുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കിലേറ്റാൻ സമയത്ത് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്താണ് അന്ത്യാഭിലാഷമായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തന്നാൽ മതി. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് അനുവാദം നൽകപ്പെട്ടു, സമാധാനപരമായി 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ഇനിയും എന്റെ മനസ്സിൽ കൊതിണ്ട്, എന്ത് ഇനിയും നിസ്കരിക്കാന്. പക്ഷെ ആൾക്കാരെന്ത് വിചാരിക്കും, ഖുബൈബ് മരണത്തിനെ പേടിച്ചിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കാണ്. സാർമാരെ, നിസ്കാരത്തിലുള്ള ഹലാവത്ത്, നിസ്കാരത്തിലുള്ള മധുരം നമ്മൾ വെറുതെ എന്നാലൂടെ നമുക്ക് കഴിയില്ല. ഒരു മരണത്തിന്റെ മുഖത്തും ഒരിക്കെന്തെങ്കിലും അന്ത്യാഭിലാഷായിട്ട് വേണമെങ്കിൽ ഭാര്യനെ മക്കളെ കാണണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ല പറഞ്ഞ് നിസ്കരിക്കണം, റബ്ബായിട്ട് സംസാരിക്കണം. അങ്ങനെ സമാധാനപരമായി നിസ്കരിച്ചു. ഇനി നിസ്കരിക്കാൻ എനിക്ക് കൊതിണ്ട്, പക്ഷെ ഇവര് തൂക്കിലേറ്റാൻ റെഡിയായി നിൽക്കുകയാണ്. ഇവർ മരണത്തെ പേടിച്ചിട്ടാണ് ഖുബൈബ് നിസ്കരിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നുള്ള ഭയമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇനിയും ചോദിച്ചേനെന്ന്. ഏതായാലും തൂക്കിലേറ്റാൻ സമയത്ത് അബൂ സുഫിയാനും മറ്റുള്ളവരൊക്കെ കൂടി ചോദിച്ചു, നിന്റെ ഈ സ്ഥാനത്ത്
മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് തൂക്കിലേറ്റപ്പെടുന്നത് എന്ന് നീ പറയുകയാണെങ്കിൽ അതെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി, നിന്നെ വിട്ടേക്കാന്ന്. സാർമാരെ, ഹുബൈബ് റളിയല്ലാഹു അൻഹു നന്നായിട്ട് അറിയാം ഈ തൂക്കിൽ എന്തായാലും തൂക്കാൻ പറ്റൂല, ഈ തൂക്കിൽ നല്ല ഒരു തൂക്കിലും ഏറ്റാൻ പറ്റൂല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. കാരണം വല്ലാഹു യഅസിമുക മിനന്നാസ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് അല്ലാഹ് നിങ്ങളെ സംരക്ഷിക്കുന്നു. ഇസ്മത്ത്, സംരക്ഷണം അല്ലാഹ് ഏറ്റതാണ്, അതുകൊണ്ട് ഒരു ബേജാറുമില്ല. പക്ഷേ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണ് പറഞ്ഞാൽ, നമ്മളെ കണക്കത്തിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ട് പിന്നെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുകയും ഞങ്ങളെ കാലിൽ മുള്ളു തറക്കുകയും ചെയ്യുന്നതും കൂടി എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞത്, ഒരുപാട് നേതാക്കന്മാരെ നമ്മൾ ലോകത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ മുഹമ്മദിനെ പോലെ അതിന്റെ അനുയായികൾ സ്നേഹിക്കുന്ന വേറൊരു നേതാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കിലേറ്റി കഴുമരത്തിൽ ഇങ്ങനെ കയറ്റി നിൽക്കുമ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവെ, നിന്റെ ഹബീബിന് ഒരു സലാമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളും ഇവിടെ ഇല്ലല്ലോ, നീ എന്റെ ഒരു സലാമിന് എത്തിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കവേ വഅലൈക്കുമുസ്സലാം യാ ഹുബൈബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾ ഹുബൈബിനെ കാണില്ല, ഹുബൈബിന്റെ ശബ്ദമില്ല. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബൈബിനെ ശത്രുക്കൾ തൂക്കിലേറ്റി. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ തൂക്കിലേറ്റുന്ന രംഗം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ മുസ്ലിം ആയപ്പം എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇത്ര വേദന ഉണ്ടാക്കുന്ന വേറൊരു സംഭവം ഉണ്ടായില്ല. അന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു ഒന്ന് സഹായിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേനും എനിക്ക് ബോധക്ഷയം ഉണ്ടാവുക. എനിക്കത് ആലോചിക്കുമ്പോഴത്തേനും എന്റെ ബോധം നഷ്ടപ്പെടുന്നു. സാർമാരുടെ സ്നേഹിതന്മാരെ, സഹാബാക്കളുടെ ചെറുപ്പക്കാരായിരുന്നു. ഓരോരോ ആഖിറം, ഓർക്ക് ഏറ്റവും വലുത് ആഖിറായിരുന്നു. ഓരതിനെ കണ്ട് പ്ലാൻ ചെയ്ത് നടക്കുകയായിരുന്നു, അതിനെ കണ്ട് പ്ലാൻ ചെയ്തു. അതുകൊണ്ടാ പറഞ്ഞത്, ഭയങ്കര സൗന്ദര്യവതികളായ അംഗലാവണ്യമുള്ള സ്ത്രീകളുണ്ട്, ഓർക്ക് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഓരോ യുവക്കറിന് ബുദ്ധിയല്ല. നിങ്ങൾ ആലോചിച്ചു. അപ്പൊ എത്ര സ്വർഗത്തിലേക്ക്, ആഖിറത്തിലേക്ക്, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്കും എത്രത്തോളം അവർ ചിന്തിച്ച് അവരെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ ഹിമ്മസിലേക്ക് മറ്റൊരു സഹാബിനെ ഉമർ റളിയല്ലാഹു അൻഹു അയച്ചു. ഹിമ്മസിലെ ആൾക്കാരെ പറ്റി ഞാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അയച്ചു, യാതൊരു വിവരവുമില്ല മൂപ്പരെ പറ്റി. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആകെ ബേജാറായി. ഉമർ റളിയല്ലാഹു അൻഹു ആളയച്ചിട്ട് പറഞ്ഞു, അയാളോട് മദീനയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ തിരിച്ചു വന്നു. ഉമൈർ ബിൻ സഅദ് മറ്റാണ് അദ്ദേഹത്തിന്റെ പേര്, എന്റെ ഓർമ്മ. ഏതായാലും അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വന്നു. കുറെ ദിവസം കഴിഞ്ഞിട്ടാ വരുന്നേ. ക്ഷീണിച്ച് അവശനായിട്ടുണ്ട്, മുഖമൊക്കെ ആകെ വിളറിയിട്ടുണ്ട്, വെയില് കൊണ്ടാകെ പ്രയാസപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തി. ഉമർ റളിയല്ലാഹു അൻഹു അയക്കുമ്പോ കണ്ട ആളല്ല അത്, ആകെ കോലമാറ്റം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്ക് എന്ത് പറ്റി? നീ ആകെ ഭയങ്കര വിഷമത്തിൽ പ്രയാസത്തിലാണല്ലോ. അപ്പൊ ആ സഹാബി പറഞ്ഞു, ഞാൻ എന്റെ ദുനിയാവൊക്കെ പാടെ വലിച്ചു കൂട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുപാട് വൈകിപ്പോയി, എത്താൻ ഭയങ്കര താമസമായി, വലിയ പ്രയാസപ്പെട്ടു വരാണ്. മൃതേന വെച്ചു, നീ എത്ര ദിവസമായി എനിക്ക് ഞാൻ ആളയച്ചിട്ട് നീ വരാൻ താമസിച്ചല്ലോ? പറഞ്ഞു, ഞാൻ നടന്നു വരിയിരുന്നു. എവിടുന്ന്? ഷാമെന്ന് എന്നുവെച്ചാൽ ജോർദാൻ, ഫലസ്തീൻ, മിസർ ഈ തുടങ്ങിയ പ്രദേശമാണ് ഷാം എന്ന് പറഞ്ഞത്. അവിടുന്ന് മദീനയിലേക്ക് നടക്കുക ഏകദേശം 1 മാസത്തെ വൈദൂരണ്ട് വാഹനപ്പുറത്ത്. അവിടേക്ക് നടക്കണം മൂപ്പര്. നടന്നെത്തി. പിന്നെ ഈ ദുനിയാവൊക്കെ വാഴ വലിച്ചു കുട്ടിയെ കൊണ്ടുവന്ന് തരണം. ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇത്ര കാലം ഇങ്ങോട്ട് ജിസിയും ഇങ്ങോട്ട് ഇവിടേക്കുള്ള ടാക്സും ഒന്നും അയച്ചിട്ടില്ല, അതൊക്കെ ഫുള്ള് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു നീ വലിച്ചു കൊണ്ടുവന്ന് ദുനിയാവ് എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, എന്റെ വിരിപ്പ്, എന്റെ വുളു എടുക്കാനുള്ള പാത്രം, വെള്ളം കുടിക്കാനുള്ളത്, കുറച്ച് സാധനങ്ങൾ, ഒരു യാത്രക്കാരന് ആവശ്യമുള്ള ഒരു ചെറിയ കുറച്ച് സാധനങ്ങൾ, അതാണ് ഒരു വലിയ ദുനിയാവ് വലിച്ചു പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ നാട്ടുകാർ എനിക്ക് വാഹനം തന്നില്ല ചോദിച്ചു. ഓരെനിക്ക് വാഹനം തന്നതുമില്ല, ഞാൻ അവരോട് ചോദിച്ചതുമില്ല, ഞാൻ അങ്ങനെ വന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇനി ഇന്ന ഈ ഉത്തരവാദിത്വം ദയവ് ചെയ്ത് നിങ്ങൾ ഏൽപ്പിക്കരുത്, എനിക്ക് അത്ര പ്രയാസാണ്.
അവൻ ഇന്നങ്ങളെ ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആലോചിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വിട്ടു. അദ്ദേഹം മദീനന്റെ വെളിയിൽ പോയി താമസിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ആലോചിച്ചു, ഷാമിന്ന് വരികയാണ്, ഇപ്പൊ മദീനന്റെ വെളിയിൽ പോയി താമസിക്കുകയാണ്, എന്തെങ്കിലും ജീവിതത്തിന്റെ നിലവാരം മനസ്സിലാക്കണം. അടിച്ചുപൊളിയാണെങ്കിൽ അറബി എത്തീങ്കാനയിലാണ്, പോയിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. ഇവിടെ വലിയ വലിയ ഫ്ലാറ്റ്, വലിയ വലിയ വില്ലാസ് ഒക്കെ വന്ന നമ്മളെന്താ പറയല്, എന്താ പറയല്, അറബി ചിലപ്പോ എത്തീങ്കാനയിലായിട്ടുണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു ആലോചിച്ചു, അങ്ങനെ വല്ലതും ആണോ? ഏതായാലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും അടുത്തൊരു വിശ്വസ്തൻ ഹാരിസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അയച്ചു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെ പോലുള്ള ആളല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കിഴി നിറച്ചും സ്വർണ്ണ നാണയം നിറച്ച് കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം സമ്പൽ സമൃദ്ധമായ ജീവിതമാണ് ജീവിക്കണമെങ്കിൽ അത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടിയെന്ന്, അല്ല ഞെരുക്കവും കഷ്ടപ്പാടാണെങ്കിൽ ഇതവിടെ കൊടുത്തിട്ട് വരണം. സ്വർണത്തിന്റെ കിഴി, സ്വർണ്ണ നാണയങ്ങളുടെ കിഴി കെട്ടിക്കൊടുത്തു. അദ്ദേഹം പോയി അന്വേഷിച്ചെത്തി, ഈ സഹാബിന്റെ വീട്ടിലെത്തി. അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വരികയാണ് മദീനന്ന്, കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും, ഞങ്ങളെ വീട്ടിൽ താമസിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ താമസിക്കാൻ. അപ്പൊ സഹാബാക്കളാണ്, ഏത് അതിനെ കിട്ടിയാലും ഒരതിഥിനെ ഏറ്റെടുക്കുന്ന ആൾക്കാരാണ്. അല്ല എന്റോടെ സൗകര്യം അപ്പുറത്ത് പോയിക്കൊന്നും ഒരു പറയില്ല. അവിടെ ഒരു അതിഥി കിട്ടിയാൽ മതി, ഒരാളായിക്കോട്ടെ വരി താമസിക്കുന്ന റൂം. ഹാരിസ് അദ്ദേഹം ഭയങ്കരമായിട്ട് അവിടെ താമസിച്ചു. കണ്ടപാടെ ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു റാഹത്തിലാണ് പറഞ്ഞു. നീതിയൊക്കെ നടപ്പിലാക്കില്ലെന്ന് ചോദിച്ചു. നിങ്ങൾ സഹാബാക്കളെ പറ്റി ആലോചിച്ച് നോക്കണം. നീതി എന്ന് പറഞ്ഞതിന്റെ ഒരു പര്യായാണ് ആര് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഉമർ നീതിയൊക്കെ നടപ്പിലാക്കില്ലെന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഇവിടെ താമസിച്ചോളിന്നാണ്, താമസിക്കാൻ സൗകര്യം ചെയ്തു. ഒരു ദിവസം താമസിച്ചു, 2 ദിവസം താമസിച്ചു, 3 ദിവസം താമസിച്ചു. അപ്പൊ ഈ വന്നാക്ക് ആകെ കൊടുക്കുന്ന ഫുഡ് എപ്പോഴാണ്? ഒരു ചപ്പാത്തി കൊടുക്കും, ആകെ ഒരു ദിവസത്തിൽ ഒരു ചപ്പാത്തി. 3 ദിവസം കഴിഞ്ഞപ്പം തൊട്ടടുത്ത അയൽവാസി, 3 ദിവസമാണല്ലോ ഒരു അതിഥിന്റെ ടൈം, തൊട്ടടുത്ത അയൽവാസി പറഞ്ഞു, നിങ്ങൾ എപ്പോഴാ പോവാ, എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ താമസിച്ചോളി. 3 ദിവസമായിട്ട് ഈ വീട്ടുകാർ പട്ടിണിയിലാണ്. ഇവരാകെ ഉണ്ടാക്കൽ ഒരു ചപ്പാത്തിയാണ്, ഒരു റൊട്ടിയാണ്. അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു തരുന്നുണ്ട്. അതുകൊണ്ട് ആരാകെ പ്രയാസത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിൽ താമസിച്ചോളി. ഹാരിസിന് മനസ്സിലായി ഇദ്ദേഹം നിഷ്കളങ്കനാണ്. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ പോകാൻ സമയപ്പോ ഈ സ്വർണ്ണക്കിഴി തങ്ക നാണയങ്ങളുള്ള അത് എടുത്തു കൊടുത്തു. അമീറുൽ മിനി നിങ്ങൾക്ക് തന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹാബി പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമില്ല, എനിക്ക് വേണ്ടായിരുന്നു. എന്തിനാണിത്? അല്ല നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞാണ്, എന്തായാലും നിങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞു. അല്ല എനിക്കത് വേണ്ടെന്ന്. ഭാര്യ അകത്തുനിന്ന് കേട്ടു. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വാങ്ങി വെച്ചോളി, ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കല്ലോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ടേ ഉള്ളൂ ആ സഹാബി ഹാരിസ് റളിയല്ലാഹു അൻഹു അത് അവിടെ ഇട്ടിട്ട് പോയി കളഞ്ഞു, ഓടിക്കളഞ്ഞു. ഇദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. ചെറിയ ചെറിയ തുണി കഷ്ണങ്ങളാക്കി അയൽക്ക് ഈ തങ്ക നാണയങ്ങളൊക്കെ എടുത്തു വെച്ച് കെട്ടി അപ്പം തന്നെ കൊടുത്തു തീർത്തു, ഫുള്ള് കൊടുത്തു തീർത്തു. ഹാരിസ് കാർഗുസാരി എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി. അതേ കൂട്ടത്തിൽ പറഞ്ഞു, മൂപ്പരായിന്ന് ഒരു തങ്കക്കാശും ഉപയോഗിക്കാൻ മൂപ്പര സ്വഭാവം കണ്ടിട്ട് സാധ്യത ഇല്ല എന്നും കൂടി പറഞ്ഞു. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വിളിപ്പിച്ചു. അദ്ദേഹം വന്നു, മദീനയിൽ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്തൊക്കെയാ വിശേഷം, സുഖല്ലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തയച്ചിരുന്നല്ലോ പറഞ്ഞു. ആ കിട്ടിയെന്ന് പറഞ്ഞു. അതെന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അത് എനിക്ക് വേണ്ടി കൊടുത്തയച്ചല്ലായിരുന്നോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അതെ എനിക്ക് വേണ്ടി കൊടുത്തയച്ചേ, എനിക്ക് വേണ്ടി തന്നാണ്, പിന്നെ എന്റെ ഉടമസ്ഥാവകാശത്തിലായ പിന്നെ എങ്ങനെ ചെലവാക്കി എന്നുള്ളത് അമീറുൽ മുഅ്മിനീൻ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ന്യായം വകുപ്പൊന്നും പറയണ്ട, എന്തിനാ ചെലവാക്കി പറയുന്നത്. അപ്പൊ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിൽ പറഞ്ഞു കൊടുക്കൽ നിർബന്ധിതനായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പാവങ്ങൾക്ക് ചെലവാക്കി.
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാ ആ 2 ഒട്ടകങ്ങൾ സാധനങ്ങൾ നിറച്ചു നിൽക്കാണ്, ഇഷ്ടം പോലെ ഗോതമ്പ് ഇവിടെ ഉണ്ട്, അത് മുഴുവൻ വസ്ത്രങ്ങളാണ്, നിനക്ക് അതിന് ഇഷ്ടമുള്ളത്ര ഗോതമ്പെടുത്തോ ഇഷ്ടമുള്ളത്ര വസ്ത്രം എടുത്തോ. അദ്ദേഹം പറഞ്ഞു, ഗോതമ്പിന്റെ വീട്ടിലുണ്ട്, ഞാൻ ഒരു വസ്ത്രം എടുക്കതെന്ന് പറഞ്ഞു. വലിയൊരു കെട്ട് വസ്ത്രം കാണിച്ചു കൊടുത്തിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്, ഒരു വസ്ത്രം ഞാൻ എടുക്കാം. ആ എന്തിനാണ് പറഞ്ഞാല്, ഇപ്പൊ ഞാനും ഭാര്യ ഒരു വസ്ത്രത്തിലാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഓളുള്ള വസ്ത്രം കീറി പഴയതായിട്ടുണ്ട്, അതുകൊണ്ട് ഓക്കൊരു വസ്ത്രത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വസ്ത്രം എടുക്കാം. അത് മാത്രം എടുത്തിട്ട് അദ്ദേഹം പോയി. കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു വിവരം കിട്ടി, അദ്ദേഹം വഫാത്തായി പോയി. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, ഉമൈർ ബിൻ സഅദ് പോലുള്ള ആൾക്കാരെ കൊണ്ടാണ് ഈ ഭരണം, ഈ നാട് നിലനിന്നുകൊണ്ടിരുന്നത്. സാർമാരെ സ്നേഹമാരെ, സഹാബാക്കൾ ഓല് പോയ സ്വർഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഓരിവിടെ എന്താ ഉണ്ടാക്കിയത്? ഓർക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ 100% യഖീനായിരുന്നു. 100% യഖീൻ. കാരണം ഇതാ തൊട്ടടുത്ത് നമ്മുടെ പരലോകം വരാൻ വേണ്ടി പോവാൻ, നമ്മുടെ മരണം വരാൻ വേണ്ടി പോവാൻ, നമ്മുടെ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതം തുടങ്ങാൻ വേണ്ടി പോവാൻ. തൊട്ടടുത്ത് നമ്മൾ നമുക്ക് വേണ്ടി എന്തുണ്ടാക്കി? ഒറ്റ ആലോചിക്കുക, നമുക്ക് വേണ്ടി എന്തുണ്ടാക്കി? ബാക്കിയുള്ളതൊക്കെ ആർക്കൊക്കെ ഉള്ളതാണ്, നമ്മളുണ്ടാക്കിക്കൊണ്ടിരിക്കണമൊക്കെ ആർക്കൊക്കെ വേണ്ടിയില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങൾ പറയും മാലി മാലി, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന് പറയും. ഓന്റെ സമ്പത്ത് എന്താണ്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ സമ്പത്ത് എന്താണ്? അവൻ തിന്ന് തീർത്തത്, അവൻ ധരിച്ച് കീറിയത്, അവന്റെ ആഖിറത്തിലേക്ക് വേണ്ടി ചെലവഴിച്ചത്, അത് മാത്രമാണ് അവന്റേത്. ബാക്കിയുള്ളത് മുഴുവനും മാലു വാരിസിഹി, അവന്റെ അനന്തരവാസികൾക്കുള്ള സ്വത്താണെന്ന് പറഞ്ഞു. സഹാബാക്കൾ ഭയങ്കര ബുദ്ധിമാന്മാരായിരുന്നു. ഓരോരോ സ്വന്തത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി വലിയ പരിശ്രമങ്ങൾ ചെയ്തു, വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വിശ്വാസി, ഏറ്റവും വലിയ ഈമാനുള്ള, നബിമാർക്ക് ശേഷം ആദ്യം സ്വർഗത്തിൽ കിടക്കണ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉള്ള സമ്പത്ത് മുഴുവൻ ചെലവാക്കി, ശരീരവും കഴിവും യോഗ്യതകളും മുഴുവൻ ചെലവാക്കി, വെറും ദീനിന്റെ ഫിക്കറിലായി ജീവിച്ചു. ഇന്നെങ്ങാനും അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് ആരെങ്കിലും മാർക്കിടുന്ന ആൾക്കാരനെ പറഞ്ഞേ ഭ്രാന്തനാണെന്ന്, നൗസ് ബില്ലാ, ജനങ്ങൾ പറയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ രീതിയിലായി. ചാക്കിന് സമാനമായ വസ്ത്രം ധരിക്കേണ്ടി വന്നു. ഭാര്യന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒരു മധുര പലഹാരം കൂടി വാങ്ങിക്കൊടുക്കാൻ സാമ്പത്തിക ശേഷിയില്ലാതായി. അങ്ങനെ ഉള്ളത് കൊണ്ട് കഷ്ടപ്പെട്ട് ഞെരുങ്ങി ജീവിച്ചു. പക്ഷേ നബിമാർക്ക് ശേഷം ആദ്യമായിട്ട് എന്റെ ഉമ്മത്തികളായിരിക്കും സ്വർഗത്ത് പ്രവേശിക്കുക, എന്റെ ഉമ്മത്തികളിൽ ആദ്യം സ്വർഗത്ത് പ്രവേശിക്കൽ അബൂബക്കർ ആയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സാർമാരെ, നമ്മൾ ഇവര് പോയ സ്വർഗത്തേക്ക് പോണം. നമ്മളിവിടുത്തെ പളപളപ്പും ഇവിടുത്തെ ഹരവും രസവും ഇവിടുത്തെ ഈ പാശ്ചാത്യന്റെ തിയറികളും അവന്റെ സാമ്പത്തിക ശാസ്ത്രവും ഇതൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് നമ്മളെ തല പുണ്ണാക്കി ഇതെങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാൻ, അവസാനം വെറും 3 കഷ്ണം തുണിയുമായിട്ട് മനുഷ്യൻ പോവാൻ. ഓൻക്ക് ഒരു എക്കണോമി ഇല്ല, ഒരു ബാങ്ക് ബാലൻസും ഇല്ല, ഈ ആൾക്കാർ ആരും ഓന്റെ കൂട്ടത്തിലും ഇല്ല, ആരുമില്ല. വെറും അവന്റെ മുകളിൽ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് പറഞ്ഞിട്ട് അവന്റെ ബന്ധുക്കളും അവനുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവന്റെ മുകളിൽ മണ്ണ് വാരിയിടാൻ. വേറെന്താ സാധുവിനുള്ളത്? 3 കഷ്ണം തുണികളിൽ പൊതിയ മണ്ണ് വാരിയിട്ടിടുക. ഈ മണ്ണിന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കുന്നത്. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, ഇനി ഈ മണ്ണിൽ നിന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് വാപ്പ മോന്റെ മുകളിൽ മണ്ണ് വരിടുന്നത്. മകനെ ഡോക്ടറാക്കിയ വാപ്പന്റെ മുകളിലേക്ക് ഡോക്ടറായ മകൻ മണ്ണ് വരിടാൻ, വാപ്പ നിങ്ങൾ എനിക്ക് ഡോക്ടറേറ്റും എഞ്ചിനീയറിങ്ങിനും എന്നെന്തൊക്കെ സംഭവമാക്കി, ഇതാ ഈ പിടിച്ചോളി നിങ്ങൾക്കുള്ളതാണിത്. മണ്ണ് 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 മാത്രം. പിന്നെ ആരും അവരെ കുറിച്ച് ചോദിക്കാനില്ല, ഒരു എക്കണോമിസ്റ്റും ഇല്ല, ഒരാരുമില്ല. പിന്നെ ഈ മനുഷ്യൻ ഒറ്റക്ക് അവന്റെ ജീവിതത്തിൽ ചെയ്ത അമലുകളുമായി അവന്റെ ഖബറുകളിൽ അവൻ ഒറ്റക്ക് ആ ഇരുട്ടറകളിൽ അവൻ എങ്ങനെ നേരിട്ടുണ്ടാവും? നമ്മളെല്ലാരും ആൾക്കാരെ മുകളിൽ മണ്ണ് വരിട്ട് പടച്ചവനെ അവർക്ക് പുറത്തു കൊടുക്കണേ, ഇവർ സ്വർഗവാസികളാക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ പോകുന്നതാണ്. നമ്മൾ അല്ലാഹു തആല ചെയ്ത വലിയൊരു നിഅമത്ത്, ഖബറവാസികളുടെ ശിക്ഷ
മൃഗങ്ങളും മറ്റുള്ളവകളും ജിന്നും മനുഷ്യരും എല്ലാവരും കേൾക്കും. അഥവാ ഞാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നിങ്ങളെങ്ങാനും ഈ മരിച്ച ആളെ വിട്ടേച്ചു പോകുമെന്നുള്ള ഭയമില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെയും കൂടി കേൾപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചേനെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ പ്രാർത്ഥന ഇല്ലാതെ നന്നായി. ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വലിയ വലിയ ആൾക്കാർ അവരൊക്കെ സ്വർഗത്തിലാന്ന് വിചാരിച്ച് നമ്മൾ മടങ്ങിപ്പോരാൻ. പക്ഷെ ഖബറിന്റെ അവസ്ഥയിൽ എന്താണ്? അവരവരുടെ ജീവിതത്തിൽ ചെയ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരൊറ്റ രണ്ടായത്തുകൾ മാത്രം മതി ഒരു മനുഷ്യന് വേറെ ഖുർആൻ തന്നെ ഇറങ്ങണ്ട എന്ന് പറഞ്ഞ ഇമാമുമാരുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതം നന്നാക്കാൻ വെറും ഈ ആയത്തുകൾ മാത്രം മതി. ആരണുമണിത്തൂക്കം നന്മ ചെയ്യുമോ ആ നന്മ അവന് കണ്ടെത്തും, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതിനെയും അവൻ കണ്ടെത്തും. ഈ ഒരു അറ്റായത്ത് മതി. ഖുർആന്റെ ബാക്കി സൂറത്തുകളോ ആയത്തുകളുടെയും ആവശ്യമില്ല ഒരു മനുഷ്യന് നന്നാവാൻ എന്ന് വരെ പറഞ്ഞ ഉലമാക്കളുണ്ട്. സർമാരെ സ്നേഹിമാരെ, നമ്മൾ ഒറ്റ ആലോചിക്കുക, നമുക്ക് എന്ത് അമലുണ്ട്. ഇൽമ് ചിലപ്പോൾ ഉണ്ടാവാം, എന്ത് അമല് കയ്യിലുണ്ട്. അള്ളാഹുവിനെ ഓർത്ത മാത്രം നിസ്കാരമുണ്ടോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ ഒരു സൂറത്ത് തന്നെ, ഒരു അധ്യായം. അതിൽ അള്ളാഹു തുടങ്ങാൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ച മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനത്തെ മുഅ്മിനീങ്ങളാണ്? നമ്മൾ ഈ വിൽക്കലും പറഞ്ഞ ആൾക്കാരല്ല. അള്ളാഹു പറയാൻ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങൾ ആരാ നിങ്ങൾക്കറിയോ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ള ആൾക്കാരാണ്. നമസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ള ആൾക്കാരാണ്. ഖാശിഊൻ എന്നാണ് പറഞ്ഞത്. നമസ്കാരത്തിൽ ഭയങ്കര ഭയഭക്തി ഉണ്ടാവും. എന്നുവെച്ചാൽ ഹൃദയത്തിന് ഖുശൂഉം ഖുദൂഉം രണ്ട് വാക്കുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കലുണ്ടായി. ഖുശൂ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനെ അള്ളാന്റെ മുമ്പിൽ ഉറപ്പിച്ചു നിർത്തുക, എന്നുവെച്ചാൽ കുനിച്ചു നിർത്തുക, വിധേയമാക്കി നിർത്തുക. ഖുദൂ എന്ന് പറഞ്ഞാൽ അവയവങ്ങളെ അതേപോലെ നിർത്തി കൊടുക്കാൻ. അള്ളാഹു പറയാൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അവർ വേണ്ടാത്ത, അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരാണ്, മുഖം തിരിച്ചു കളയുന്ന ആൾക്കാരാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഉലമാക്കളായ മഹാന്മാർ തഫ്സീറിൽ വിശദമായി എഴുതുന്നുണ്ട്, അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്നതൊക്കെ ലഗ്വാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അള്ളാഹിന്റെ ചിന്തയിൽ നിന്ന്. ദുനിയാവ് ആഖിറത്തിന് പ്രയോജനകരമല്ലാത്ത മുഴുവൻ കാര്യങ്ങളും ലഗ്വാണെന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ. അവർ സക്കാത്ത് കൃത്യമായി നിർവഹിക്കുന്നവരാണ് എന്നർത്ഥം വെച്ചവരുണ്ട്. അല്ല, ശരീഅത്തിനെ പൂർണ്ണമായി സംസ്കരിച്ചവരാണ്. സക്കാത്ത് എന്നല്ല തസ്കിയത്ത് എന്നുള്ളതാണ്. അതുകൊണ്ട് പൂർണ്ണമായി ശരീരത്തിനെ, ഹൃദയത്തെ കിബ്ർ, ഹസദ്, ഉജ്ബ് തുടങ്ങിയ എന്തെല്ലാം ദുർഗുണങ്ങളുണ്ടോ, പൊങ്ങച്ചം, അഹങ്കാരം, അസൂയ, പക, ഇതൊക്കെ ഹൃദയത്തിനെ ശുദ്ധിയാക്കിയ ആൾക്കാരാണെന്ന്. ഏതായാലും ഉലമാക്കൾ പറയുന്നുണ്ട് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും ലിസകാത്തി ഫായിലൂൻ. നിസ്കാരത്തിനെയും സക്കാത്തിനെയും ചേർത്ത് പറയലാണ് അള്ളാന്റെ സാധാരണ സ്വഭാവം. 70ഓളം സ്ഥലത്ത് നിസ്കാരത്തിനെയും സക്കാത്തിനെയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സക്കാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ പറഞ്ഞു. പിന്നെ അല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നാണ് പറഞ്ഞത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും ലിസകാത്തി ഫായിലൂൻ. സക്കാത്തിന്റെ ഇടയിൽ ഇതിനെ പറഞ്ഞതിന് ഉലമാക്കൾ പറയുന്നുണ്ട്, നിസ്കാരത്തിൽ ഖുശൂ ഇല്ലാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഈ വേണ്ടാത്ത കാര്യത്തിലൊക്കെ മനുഷ്യർ ഇടപെടുക എന്ന് പറഞ്ഞത്. നിസ്കാരത്തിന്റെ ഖുശൂവിനെ ഇല്ലാതാക്കി കളി. നമ്മളെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മളെ അമലുകളുടെ അവസ്ഥ എന്താണ്? സാർമാരെന്ന് നമ്മളെ പറ്റി തൂക്കുകയാണെങ്കിൽ ആഖിറത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അമലുണ്ടോ നമ്മളിൽ? ആൾക്കാർ നമ്മളെ പറ്റി പലതും പറയും. നമ്മളെ പറ്റി ഒറ്റ ആലോചിച്ചു. അവിടെ സാർമാരെ സ്നേഹമാരെ സ്വന്തമായി മനുഷ്യൻ തീരുമാനം എടുക്കേണ്ട സമയമാണിത്. മരണം എപ്പോഴാണ് വരിക ആർക്കും അറിയില്ല. എപ്പോഴാണ് വരിക അറിയില്ല. പെട്ടെന്ന് ആൾക്കാർ മരിക്കണം നമ്മൾ കാണുന്നുണ്ട്. പല കാരണങ്ങളുടെ മേൽ ഡെയിലി വാർത്താ മാധ്യമങ്ങളിൽ നോക്കിയാൽ മതി. ചെറുപ്പക്കാർ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയ ആൾക്കാർ അവരൊക്കെ അവിടുന്ന് മരിക്കുക. മരണം മനുഷ്യനെ അടുത്തിങ്ങനെ നിൽക്കാൻ. എനിക്കും ഇങ്ങൾക്കും ഇത് എന്തായാലും സംഭവിക്കും. എപ്പോഴാണ് ഉണ്ടാവുക അറിയില്ല. അതുകൊണ്ട് സ്വന്തം മരണത്തിന് മുമ്പായി സ്വന്തം ആഖിറത്തിലേക്ക് വേണ്ടി തയ്യാറാവുക ഓരോ മനുഷ്യന്റെ ആവശ്യമാണ്. സഹോദരന്മാരെ,
ഇതൊരാളുടെ, ഒരു വിഭാഗത്തിന്റെ, ഒരു പാർട്ടിന്റെ, ഒരു ടീമിന്റെ പരിപാടിയല്ല. സ്വന്തത്തിന് വേണ്ടി പണിയെടുക്കുക, സ്വന്തത്തിനെ ചിട്ടയിലാക്കുക, ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കുക. അതിന് ഈ ദുനിയാവിൽ നിന്ന് കുറച്ച് സമയം വിട്ടുക്കേണ്ടി വരും സാർമാര്. ദുനിയാവിന്റെ കച്ചവടം ഏർപ്പാടുകളിൽ നിന്ന് കുറച്ച് സമയം വിട്ടുക്കേണ്ടി വരും. ഇത് വിട്ടുന്നാലേ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാകാരണ, ഒരാള് വെള്ളത്തിൽ പോവാണ്, അയാളങ്ങനെ എടുക്കുകയാണ്, വയറ് നിൽക്കുകയാണ്, വീണ്ടും ആ വെള്ളത്തിൽ തന്നെ ഇടുകയാണ്. അതേമാതിരി ഉണ്ടാവും. ബാങ്കിന് മറുപടി പറയും. സാരന്മാരെ, സ്നേഹന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഗുണങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഒരു മുഅ്മിൻ പേരുണ്ടായാൽ മാത്രം പോരാ, ഗുണങ്ങൾ ഉണ്ടാവണം. ഈമാൻ, മുഅ്മിൻ എന്നൊക്കെ പറഞ്ഞാൽ കുറെ ഗുണങ്ങൾ ചേർന്ന ആൾക്കാരെ പേരാണ്. കുറെ ഗുണങ്ങൾ ചേർന്നതിന്റെ പേരാണ് മുഅ്മിൻ എന്ന് പറഞ്ഞത്. അല്ലാഹു തആല മുഅ്മിനൂനിൽ ആദ്യം 7 ഗുണങ്ങൾ പറയുന്നുണ്ട്. 7 ഗുണങ്ങൾ പറയുന്നുണ്ട്. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് 7 ഗുണം പറയുന്നുണ്ട്. ഒന്നാമത്തെ ഗുണം അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ പറഞ്ഞു. 7ാമത്തെ ഗുണം പറഞ്ഞു വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അവരവരെ നമസ്കാരങ്ങളെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഒന്നാമത് പറഞ്ഞ നിസ്കാരത്തിൽ ഖുശൂഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു. മറ്റേ നിസ്കാരങ്ങളിൽ അലാ സ്വലവാതിഹിം ബഹുവചനത്തോട് കൂടി പറഞ്ഞു. അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അവരെ നമസ്കാരങ്ങളെ സൂക്ഷിക്കുന്ന, എന്ന് വെച്ചാൽ ഫർള് നമസ്കാരങ്ങളെ കൃത്യമായി സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ആൾക്കാരല്ല. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ട് അത് അതിന്റെ കണിശതയോട് കൂടി നിർവഹിക്കുന്നു. സാർമാർ, ആ സ്വഭാവമൊക്കെ നമ്മളിൽ ഉണ്ടോ? നമ്മളിൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാവണം. ഈ ഗുണങ്ങൾ എന്നാ ഉണ്ടാവുക? ദുനിയാവിന്റെ ബാക്കിൽ ഓടി 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 എന്തുണ്ടാവുക സാർമാർ? അവിടെ സാർമാര് സ്വന്തത്തിനെ ഈ ദുനിയാവിന്റെ ഫിക്റിന്ന് കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തി. ദുനിയാവ് പാടെ ഒഴിവാക്കാൻ വേണ്ടി പറയില്ല, ദുനിയാവ് വേണ്ടാന്ന് പറയില്ല. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ദുനിയാവിനൊന്നും എടുത്ത് കൈമക്ക് പിടിക്കാനാ പറഞ്ഞുള്ളൂ. എന്നുവെച്ചാൽ ദുനിയാവിന്റെ ഈ മാഹോയിൽ ഒന്ന് രക്ഷപ്പെടി. വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെ വെള്ളത്തിൽ നിന്ന് എടുക്കുക, എന്നിട്ട് അയാളെ കരക്കൊക്കെ കൊണ്ടുപോയിട്ട് നെക്കിയാലും മതി. അല്ലാണ്ട് അവിടെ തന്നെ നെക്കി അവിടെ തന്നെ ഇട്ടിട്ട് എന്താ കാര്യം? നമ്മളുള്ള ഫുള്ള് ദുനിയാവിലാണ്. ഇതിനിടെ കേൾക്കണ ദീന്, ഇതിന്റെ ഇടയിൽ കേൾക്കണ നിസ്കാരം, ഇതിനിടെ ചെയ്യുന്ന പണികളൊക്കെ ഇതിങ്ങനെ ദുനിയാവ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കാൻ. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. ഇതിനുവേണ്ടി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് തന്നെ സഹാബാക്കളെ സംഘങ്ങളായി തിരിച്ച് ദീനിന്റെ പ്രബോധനവും സ്വന്തം ജീവിതത്തിന്റെ തസ്കിയത്തും ഇതെല്ലാം നടത്തിയിരുന്ന ആ യാത്രയിൽ. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ദീനുണ്ടാവണം, നമ്മുടെ ആഖിറത്തിന്റെ ചിന്ത ഉണ്ടാവണം, ആഖിറത്തിലേക്കൊന്ന് ഒരുങ്ങണം. ഇതിനു വേണ്ടിയിട്ടാണ് സഹോദരന്മാരെ ഈ തിരക്കിന്റെ ഇടയിൽ നിന്ന് ആർക്കും ഒഴിവുണ്ടാവില്ല. ഒഴിവുണ്ടായിട്ട് ഈ പണി ചെയ്യാനും കഴിയില്ല. തിരക്കിന്റെ ഇടയിൽ നിന്ന് കുറച്ച് സമയം, എത്ര 4 മാസങ്ങൾ നമ്മൾ ചെലവാക്കുന്നുണ്ട്, എത്ര 4 മാസങ്ങൾ ചെലവാക്കുന്നുണ്ട്. നമ്മൾ 50 കൊല്ലം ജീവിച്ച ആൾക്ക് എത്ര 4 മാസം ഉണ്ടാവും? എത്ര 4 മാസം ഉണ്ടാവും? എത്ര 150 4 മാസം ഉണ്ടാവും. എത്ര 4 മാസം? 150 4 മാസം കഴിഞ്ഞു. 50 കൊല്ലായിട്ട് കഴിയുമ്പോൾ 150 4 മാസം കഴിഞ്ഞു. ഈ 50 വയസ്സ് കഴിഞ്ഞ ആളോടാണ് ചോദിക്കുന്നത്, ഒരു 4 മാസം അല്ലാന്റെ മാർഗത്ത് പോയിക്കൂടെ? എന്തിന്? സ്വന്തം ജീവിതം ഈ ആഖിറം പോയി നന്നായി കിട്ടാൻ. അവിടെ സഹോദരന്മാരെ 4 മാസം നമ്മുടെ ജീവിതത്തിൽ ദീനിന്റെ ഗുണങ്ങൾ ഉണ്ടാക്കാനാണ്, അല്ലാണ്ട് ആൾക്കാരെ നന്നാക്കാനല്ല. അത് നമ്മളെ തെറ്റായ ധാരണൻ. ഇതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ 40 ദിവസം പുറപ്പെടുക എത്ര വലിയ സൗദയാണ്. ഒരു 40 ദിവസം പോയാ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സഹോദരന്മാരെ ആൾക്കാർ അള്ളാഹിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ തുടങ്ങി. ഈ കഴിഞ്ഞ 29-ാം തീയതി കൂടി പുറപ്പെട്ട് ജമാഅത്തുകൾ കുറെ പോയി. ഇനി ഇതാ പുറപ്പെടാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കാൻ. ആരാ സഹോദരന്മാരെ 4 മാസത്തേക്ക് ഹിമ്മത്തോട് കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നഖദ് ഉടനെ പുറപ്പെടാൻ തയ്യാറുള്ള ആളുകൾ പറയും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വനബിയ്യിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل وسلم وبارك على سيدنا ونبينا محمد صلى الله عليه وسلم كلما ذكره الذاكرون وكلما غفل عن ذكره الغافلون. لا إله إلا الله الحليم الكريم وسبحان الله رب العرش العظيم والحمد لله رب العالمين. نسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم. لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا أديته ولا مرضا إلا شفيته
ولا مريضا إلا عافيته ولا مبتلا إلا صلحته ولا كربة إلا نفسته ولا ميتا إلا رحمته ولا حاجة هي لك رضا إلا قضيتها ويسرتها وأصلحتها يا أرحم الراحمين يا أرحم الراحمين يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا أرحم الراحمين يا أرحم الراحمين اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا ومتعنا اللهم بأسماعنا وأبصارنا وقواتنا ما أحييتنا اللهم اجعله الوارث منا واجعل ثأرنا على من ظلمنا فانصرنا على من عادانا فانصرنا على من عادانا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا ولا تسلط علينا من لا يخافك ولا يرحمنا وكف أيدي الكافرين والمنافقين والظالمين والحاسدين عنا يا خفي الألطاف ربي نجنا مما نخاف ربي نجنا مما نخاف يا أرحم الراحمين يا أكرم الأكرمين يا أجود الأجودين يا غياث المستغيثين يا إله العالمين يا إله العالمين يا إلهنا يا الله يا إلهنا يا الله يا أرحم الراحمين ظلمنا أنفسنا ظلما كثيرا كبيرا ولا يغفر الذنوب إلا أنت يا رب العالمين കരുണ അല്ലാഹുവേ കൃപയുള്ള പടച്ചവനെ ഔദാര്യവാനായ ഞങ്ങളുടെ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ തിന്മകളും മാപ്പാക്കി താ പടച്ചവനെ അല്ലാഹുവേ പടച്ചവനെ നീ അങ്ങ് പുറത്തിരണേ അല്ലാ നീ അല്ലാതെ പൊറുക്കാൻ ഒരാളില്ലല്ലോ പടച്ചവനെ യാ അല്ലാ ഞങ്ങൾ ചെയ്തതിനൊന്നും കയ്യും കണക്കില്ല പടച്ചവനെ യാ അല്ലാ പടച്ചവനെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ തിന്മകളുമായി ജീവിച്ചവരാണ് പടച്ചവനെ യാ അല്ലാ ഞങ്ങളുടെ ഈ ജീവിതം മുഴുവൻ തിന്മകളിലായി പോയി പടച്ചവനെ യാ അല്ലാ നീ ചെയ്യണ്ടെന്ന് എന്തൊക്കെ പറയണൊക്കെ ഞങ്ങൾ ചെയ്തതിന് പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ രാത്രികൾ നിന്റെ തിന്മയിലായി മാത്രം കഴിച്ചുകൂട്ടിയ എത്രയോ രാത്രികളുണ്ട് പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ എത്രയോ പകലുകൾ തിന്മകളിലായി മാത്രം കഴിഞ്ഞു പോയിട്ടുണ്ട് പടച്ചവനെ അല്ലാഹുവേ പടച്ചവനെ യാ അല്ലാ ഞങ്ങൾ ആരും കാണൂല എന്ന് വിചാരിച്ച് തിന്മകൾ ചെയ്തപ്പോഴും നീ ഞങ്ങളെ ഹൃദയങ്ങളെ മിടിപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നല്ലോ അല്ലാ അല്ലാഹു രാത്രിയുടെ ഇരുളിനെ അവസരമായി കണ്ട് ഞങ്ങൾ തിന്മകൾ ചെയ്തു അല്ലാ പടച്ചവനെ എല്ലാം മാപ്പാക്കി താ അല്ലാ പടച്ചവനെ ഈ ജീവിതത്തിൽ ചെയ്ത് മുഴുവനും ഈ ഒരു രാത്രിയിൽ നീ മാപ്പാക്കി താ അല്ലാ ഞങ്ങളെ കൈകൾ മുഖത്ത് ചേരുന്നതിന് മുമ്പായി നീ ഞങ്ങളെ മുഴുവൻ പാപങ്ങളും പുറത്തു തരണേ പടച്ചവനെ ഞങ്ങളെ തിന്മകളെ നന്മകളാക്കി താ അല്ലാ പടച്ചവനെ നീ വല്ലാത്ത കരുണയുന്നവനാണല്ലോ അല്ലാ മാപ്പ് ചെയ്യൽ നിനക്ക് ഇഷ്ടാണല്ലോ പടച്ചവനെ യാ അല്ലാ മാപ്പ് ചെയ്യൽ എനിക്ക് ഇഷ്ടാണല്ലോ പടച്ചവനെ യാ അല്ലാ ഞങ്ങളെ ഉമ്മനോട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് മാപ്പ് വരും, രണ്ടാമത്തെ പ്രാവശ്യം ചെയ്താൽ ചിലപ്പോൾ മാപ്പ് വരും, മൂന്നാമത്തെ ചെയ്താലും ചിലപ്പോൾ മാപ്പ് വരും, പിന്നെ ചെയ്താലേ നീ എന്നെ പടച്ചവനെ പെട്ടെന്നൊന്നും മാപ്പ് തരൂലല്ലോ പടച്ചവനെ നീ പോടാക്കി ഞാൻ പുറത്തു തരൂല എന്ന് പറയല്ലോ പടച്ചവനെ പക്ഷെ ഞങ്ങളെ ഉമ്മനേക്കാൾ 70 ഇരട്ടി കരുണയുള്ള ഞങ്ങൾ അല്ലാഹുവേ നീക്ക് മാപ്പ് എഴുതി തരല് ഇഷ്ടാണല്ലോ അല്ലാ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ നിനക്ക് അഫു ഇഷ്ടാണെന്ന് നീ പറഞ്ഞല്ലോ പടച്ചവനെ അല്ലാ നിനക്ക് സ്വന്തമായിട്ട് നീ തന്നെ അഫു എന്ന് പേര് വെച്ചിട്ടുണ്ടല്ലോ പടച്ചവനെ നിനക്ക് സ്വന്തമായിട്ട് നീ റഊഫ് എന്ന് പേര് വെച്ചിട്ടുണ്ടല്ലോ അല്ലാ സ്വന്തമായിട്ട് നീ ഗഫൂറും ഗഫാറെന്നും പേര് വെച്ചിട്ടുണ്ടല്ലോ അല്ലാ തവ്വാബ് എന്നുള്ള നിന്റെ വിശേഷണം നിന്റെ പേര് എന്നും നിലനിൽക്കുന്നതാണല്ലോ പടച്ചവനെ നീ തൗബ സ്വീകരിക്കണവനാണല്ലോ പടച്ചവനെ അല്ലാഹു ഇത് ഞങ്ങളൊരു തൗബയായിട്ട് അംഗീകരിക്കും പടച്ചവനെ അല്ലാഹു ഈ ജീവിതം മുഴുവൻ എങ്ങനൊക്കെ ആയി തീർന്നുപോയി പടച്ചവനെ അല്ലാഹുവേ പടച്ചവനെ നീ മാപ്പാക്കി താ അല്ലാ യാ അല്ലാ ഇനിയെങ്കിലും ഒരു നല്ല ജീവിതത്തിന് അവസരം താ പടച്ചവനെ അല്ലാഹു ഞങ്ങളുടെ ജീവിതം നന്നാക്കി താ അല്ലാ ഞങ്ങളുടെ ജീവിതം നന്നാക്കി താ അല്ലാ പടച്ചവനെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കും പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളെ ഉമ്മക്കും വാപ്പക്കും പുറത്തു കൊടുക്കല്ല ഒരു പാവങ്ങളാണ് പടച്ചവനെ യാ അല്ലാ അവര് സ്വന്തം ഭക്ഷിക്കാതെ ഞങ്ങളെ ഭക്ഷിപ്പിച്ചവരാണ് പടച്ചവനെ ഒരു സ്വന്തം ധരിക്കാതെ ഞങ്ങളെ ധരിപ്പിച്ചവരാണ് അല്ലാ ഒരു സ്വന്തം ഉറങ്ങാതെ ഞങ്ങളെ തോളിലിട്ട് ഉറക്കിയവരാണ് പടച്ചവനെ അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് പടച്ചവനെ യാ അല്ലാ
ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ പടച്ചവനെ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, അവരോട് നീ കരുണ ചെയ്യണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഞങ്ങളെ ദീനിന്റെ സഹായികളാക്കി തരണേ പടച്ചവനെ, അനുസരണയുള്ളവരാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾ വഴികെട്ടു പോവാതെ നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഹാഫിളീങ്ങൾ, ആലിമീങ്ങൾ, ദായികൾ, മുത്തഖീങ്ങൾ, ഔലിയാക്കളുടെ ഒരു പരമ്പര ഞങ്ങളിൽ നിന്ന് ഉണ്ടാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും സഹായികളാകുന്ന മക്കളാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, അവരെ ഭാര്യമാർ, മക്കൾ, ഞങ്ങളെ സഹോദരിമാർ, അവരെ ഭർത്താക്കന്മാർ, മക്കൾ, അവർക്ക് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ പടച്ചവനെ. ഓരോ ദീനിന്റെ പരിശ്രമമായി നീ ബന്ധപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ അയൽവാസികൾ, ഞങ്ങളെ നാട്ടുകാർക്ക് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ലോകത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഒരേത് രാജ്യത്താണെങ്കിലും ശരി നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മുസ്ലിമീങ്ങളുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം നീ മാറ്റണേ പടച്ചവനെ. വേറെ ആരെ കൊണ്ടും മാറ്റാൻ കഴിയില്ല പടച്ചവനെ. എത്രയോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളുണ്ട് പടച്ചവനെ. എത്രയോ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവകളുണ്ട് പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ആ മക്കൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട് പടച്ചവനെ. ഓരൊക്കെ വിഷമം നിനക്ക് മാത്രമല്ല അറിയുള്ളൂ പടച്ചവനെ. ആരും ചോദിക്കാനില്ല പടച്ചവനെ, ആരും പറയാനില്ല പടച്ചവനെ. സ്വന്തം സഹിക്കാണ് പടച്ചവനെ. ജനിച്ച നാടിന്ന് വേറെതൊക്കെ നാട്ടിൽ അഭയാർത്ഥികളായി കഴിയാണ് പടച്ചവനെ. ഉറ്റവർ ഉടയവർ നഷ്ടപ്പെട്ടു പടച്ചവനെ. യാ അല്ലാ, ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉമ്മത്ത് കൊടുന്ന് കഴിയാണ് പടച്ചവനെ. യാ അല്ലാ, ഈ ദുരവസ്ഥയിൽ ഈ ഉമ്മത്തിനോടൊന്ന് കരുണ ഈ പടച്ചവനെ. ഈ ഉമ്മത്തിനെ ഒന്ന് കരകയറ്റി പടച്ചവനെ. നിന്റെ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലേക്കും സുന്നത്തിലേക്കും ശരീഅത്തിലേക്കും ഈ ഉമ്മത്തിനെ നീ അടുപ്പിക്ക് പടച്ചവനെ. ഹക്കാനിയായ ഉലമാക്കളെ നീ ഒന്നാക്ക് പടച്ചവനെ. യാ അല്ലാ, മുഴുവൻ ഉമ്മത്ത് ഉലമാക്കൾക്കും ഹക്കിന്റെ വഴിയിൽ ചേരാൻ തൗഫീഖ് ചെയ്യ് പടച്ചവനെ. ഉമറാക്കളെ നീ ഹക്കിന്റെ വഴിയിലാക്ക് പടച്ചവനെ. അല്ലാഹുവേ, മതി ഈ ഉമ്മത്തിന്റെ മേലുള്ള പരീക്ഷണം പടച്ചവനെ. ഈ ഉമ്മത്തിനെ ഇനി പരീക്ഷിക്കരുതേ പടച്ചവനെ. അല്ലാഹു ഉമ്മത്തിനെ കരകയറ്റി പടച്ചവനെ. ഒരു പ്രാവശ്യം കൂടി ഈ ഉമ്മത്തിന് വേണ്ടി ഞങ്ങളോട് തൗബ ചെയ്യുന്നു പടച്ചവനെ. ഒരു പ്രാവശ്യം കൂടി ഉമ്മത്തിനെ രക്ഷപ്പെടുത്തു പടച്ചവനെ. യാ അല്ലാ, ഉമ്മത്തിനെ ഒരു പ്രാവശ്യം കൂടി രക്ഷപ്പെടുത്തു പടച്ചവനെ. യാ അല്ലാ, ഇനി ഞങ്ങളിൽ സലാഹുദ്ദീൻ അയ്യൂബിമാരും പടച്ചവനെ, യാ അല്ലാ, ഉമർ ബിൻ അബ്ദുൽ അസീസുമാരും ഒക്കെ ഞാനല്ലത് ഞങ്ങൾക്ക് അറിയില്ല പടച്ചവനെ. അല്ലാഹുവേ, ഈ ഉമ്മത്തിന് ഏറ്റവും അനുയോജ്യരായ നേതാക്കളെ കൊണ്ട് ഈ ഉമ്മത്തിനെ നീ കരകയറ്റണേ പടച്ചവനെ. യാ അല്ലാ, നീ ഉമ്മത്തിനെ പരീക്ഷിക്കരുതേ പടച്ചവനെ. ഉമ്മത്ത് മുർത്തത്തിന്റെ വക്കീലാണ് പടച്ചവനെ. അല്ലാഹുവേ, ഈ ഉമ്മത്തിനെ സഹായിക്കു പടച്ചവനെ. ഉമ്മത്തിനോട് കരുണ ഈ പടച്ചവനെ. ദീനിന്റെ പരിശ്രമത്തെ നീ ആമ്മക്ക് പടച്ചവനെ. എല്ലാ കുടിലും കൊട്ടാരത്തിലും എത്തിക്കു പടച്ചവനെ. യാ അല്ലാ, ദീനിന്റെ എല്ലാ കുടിലും കൊട്ടാരത്തിൽ എത്തിക്കു പടച്ചവനെ. യാ അല്ലാ, ദീനിന്റെ പരിശ്രമത്തെ എല്ലാ സ്ഥലത്തും നീ എത്തിക്കു പടച്ചവനെ. യാ അല്ലാ, ഈ പരിശ്രമം വഴിയായി ലോകത്തെ ഒന്നാക്ക് പടച്ചവനെ. ഈ പരിശ്രമം വഴിയായി ലോകത്തെ നീ ഒന്നാക്ക് പടച്ചവനെ. അല്ലാഹു, ഞങ്ങളുടെ നാടിലും ഈ പരിശ്രമത്തെ നീ ആമ്മക്ക് പടച്ചവനെ. അല്ലാഹു, ഞങ്ങളുടെ നാടുകളിൽ പരിശ്രമത്തെ ആമ്മക്ക് പടച്ചവനെ. യാ അല്ലാ, ഹൃദയങ്ങളെ നിന്റെ കയ്യിലാണല്ലോ പടച്ചവനെ. മുഴുവൻ മനുഷ്യരുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിലേക്ക്, ദീനിന്റെ ദാവത്തിലേക്ക്, പരിശ്രമത്തിലേക്ക് നീ തുറക്ക് പടച്ചവനെ. നീ വിശാലമാക്ക് പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇസ്തിഖാമത്ത് താ പടച്ചവനെ. ഞങ്ങൾക്ക് ഹിമ്മത്ത് താ പടച്ചവനെ. സമ്പത്തും ശരീരവും ചെലവാക്കേണ്ട സന്ദർഭമാണെന്ന് മനസ്സിലാക്കി മുഴുവൻ ചെലവാക്കാൻ തൗഫീഖ് താ പടച്ചവനെ. അല്ലാഹുവേ, ഈ സമയത്ത് പണിയെടുക്കേണ്ട സമയമാണെന്നുള്ള ബോധം താ അല്ലാ പടച്ചവനെ. ഞങ്ങളെ യുവാക്കളെ കബൂലാക്ക് പടച്ചവനെ. വിദ്യാർത്ഥികളെ കബൂലാക്ക് പടച്ചവനെ. യാ അല്ലാ, ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾ നിന്റെ മാർഗത്തിൽ പുറപ്പെടുവിക്ക് പടച്ചവനെ. യാ അല്ലാ, ഒരു വീട്ടുകാരെ പുറപ്പെടുവിക്ക് പടച്ചവനെ. യാ അല്ലാ, ഞങ്ങളുടെ നാട്ടിൽ സുന്നത്തും ശരീഅത്തും ആമായി കാണാനുള്ള അവസ്ഥ താ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സഹായിക്കണേ പടച്ചവനെ. കടങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഉള്ളവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്താ അല്ലാ. രോഗികളുടെ രോഗത്തെ നീ ശിഫയാക്ക് പടച്ചവനെ. യാ അല്ലാ, അറ്റുപോയ കുടുംബ ബന്ധങ്ങളെ നീ ചേർക്കണേ പടച്ചവനെ. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, ഏതെല്ലാം ബന്ധങ്ങൾ അറ്റുപോയോ അതിനെ ചേർക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ പടച്ചവനെ. എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റിത്താ അല്ലാ പടച്ചവനെ. എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റിത്താ അല്ലാ. ഹലാലായ ഉപജീവനത്തിന്റെ മാർഗങ്ങൾ എല്ലാവർക്കും തുറന്നു കൊടുക്കും പടച്ചവനെ. യാ അല്ലാ, ഞങ്ങൾ എത്രയോ ചെറുപ്പക്കാർ, കൂട്ടുകാർ ജീവിതത്തിൽ ദീനും ദീന്റെ പരിശ്രമം വന്നപ്പം മുമ്പ് ചെയ്ത ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത ഹറാമായ ജോലികളാണ് പടച്ചവനെ. എവിടേക്ക് നോക്കിയാലും അതിലൊക്കെ ഹറാമ് കലർന്നിരിക്കാണ്. സ്വസ്ഥമായി മനസ്സ് തുറന്നൊരു ജോലി ചെയ്യാൻ പറ്റാത്ത ദുരവസ്ഥയിൽ ഞങ്ങളെ നാട് എത്തിക്കഴിഞ്ഞു പടച്ചവനെ. യാ അല്ലാ, ഞങ്ങളെ ചെറുപ്പക്കാർക്ക് ഹലാലായ ഉപജീവനത്തിന്റെ മാർഗങ്ങളെ നീ തുറന്നു തരണേ പടച്ചവനെ. യാ
യാ അല്ലാഹ് നീ തുറന്നിരുന്നേ പഠിച്ചവനെ. അള്ളാഹു ഞങ്ങൾ എല്ലാരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഉള്ള മാർഗങ്ങളിൽ ഖൈറിന്റെ, ബർക്കത്തിന്റെ, ആഫിയത്തിന്റെ, റാഹത്തിന്റെ വഴികളെ തുറന്നിരുന്നേ പഠിച്ചവനെ. ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും ഞങ്ങളിലേക്ക് ഹറാമ് വന്നു ചേരുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് ഞങ്ങൾ അതിനെ ഖൈറായ നിലയിൽ മാറ്റി അതിന് പകരം ഖൈറിന്റെ വഴികളെ തുറന്നിരുന്നേ പഠിച്ചവനെ. അള്ളാഹു ഞങ്ങളിൽ രോഗികളുടെ രോഗത്തെ ശിഫയാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ പഠിച്ചവനെ ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും മാറാരോഗങ്ങൾ ഞങ്ങളെ പിന്തുടരുന്നുണ്ടോന്ന് അറിയില്ല പഠിച്ചവനെ. അള്ളാഹു നീ എല്ലാം അറിയുന്നവനാണല്ലോ അള്ളാഹ്. ഞങ്ങൾ ആരെയും നീ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ പഠിച്ചവനെ. താങ്ങാൻ കഴിയാത്ത തരല്ലേ പഠിച്ചവനെ. അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളെ നീ കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങളിൽ മരണപ്പെട്ടു ഞങ്ങളെ മാതാപിതാക്കൾ, വല്യാപ്പന്മാർ, വല്യമ്മമാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, ഭാര്യമാർ, മക്കൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾക്ക് ദുന്യവിയായി ഉഖ്റവിയായി ഉപകാരങ്ങൾ ചെയ്തെന്നവർ, ഞങ്ങളെ ദീന്റെ പശുമായി ബന്ധപ്പെടുത്തിയവർ, ഉലമാക്കൾ, പഠിച്ചവനെ ഒരുപാട് ആൾക്കാർ ഇന്ന് ഖബറുകളിലാണല്ലോ അള്ളാഹ്. പഠിച്ചവനെ ആ പാവങ്ങളുടെ ഖബറിന്റെ അവസ്ഥ എന്താ നിനക്ക് മാത്രമേ അറിയുള്ളൂ പഠിച്ചവനെ. യാ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ഞങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കായിരുന്നു പഠിച്ചവനെ. ഓര് നടന്നതിലാണ് ഇന്നും ഞങ്ങൾ അതിന്റെ സുഖം ആസ്വദിച്ച് ജീവിക്കാൻ പഠിച്ചവനെ. യാ ഹലാലും ഹറാമും നോക്കാൻ ചിലപ്പോ സമ്പാദിച്ചിട്ടുണ്ടാവും പഠിച്ചവനെ. യാ അല്ലാഹ് നിസ്കാരം നോമ്പും ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ പഠിച്ചവനെ. അള്ളാഹുവെ ആ പാവങ്ങൾ ഇന്ന് ഖബറുകളിലാണല്ലോ അല്ലാഹ്. പഠിച്ചവനെ അവരെ ഖബറിന്റെ അവസ്ഥ നിനക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാഹ്. എന്തെങ്കിലും തിന്മയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അർഹമുറാഹിമിനെ അല്ലാഹുവെ ഇന്നത്തെ ഈ രാത്രിയിൽ നീ അവർക്ക് വിടുതൽ ചെയ്യും പഠിച്ചവനെ. ഇന്ന് അവരെ ഖബറിൽ ഏറ്റവും സന്തോഷത്തിന്റെ രാത്രിയാക്കി പഠിച്ചവനെ. ഞങ്ങളെ ദുആ കാരണം അവരെ ഖബറിൽ തണലേകല്ല പഠിച്ചവനെ. അവർക്ക് ഒരു നന്മയും ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലാ. നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിനെ സന്തോഷത്തിലാക്കി പഠിച്ചവനെ. സ്വർഗത്തിന്റെ തോപ്പുകളാക്കി കൊടുക്കും പഠിച്ചവനെ. യാ അല്ലാ അവരെയും ഞങ്ങളെയും ജന്നത്തുൽ ഫിർദൗസിൽ കൂട്ടിത്തരണേ പഠിച്ചവനെ. യാ അല്ലാ പഠിച്ചവനെ ഇരിക്കണ ഞങ്ങൾ ഓരോരുത്തരെ കുറിച്ചും അയാൾ മരിച്ചുപോയി എന്ന് പറയല്ലോ അല്ലാ. പഠിച്ചവനെ ആ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും വരുമല്ലോ അല്ലാ. ഞങ്ങളെ മരണത്തിന്റെ ദിവസം എന്നാണെന്ന് അറിയില്ല അല്ലാ. ഞങ്ങൾ എന്ന് മരിച്ചാലും നീ ഞങ്ങളിൽ ഏറ്റവും സംതൃപ്തനായ അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെടാണോ ഞങ്ങളോട് അപ്പൻ നീ ഞങ്ങളെ മരിപ്പിക്കുക പഠിച്ചവനെ. അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ ഈ പരിശ്രമങ്ങളും ഈ അധ്വാനങ്ങളെല്ലാം ആ ഒരു നിമിഷത്തേക്ക് വേണ്ടിയിട്ടാണല്ലോ അല്ലാ. ആ അവസാന നിമിഷം കെലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ അവസ്ഥകൾ കണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് മലക്കുകൾ ഞങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി മരിക്കണ ഭാഗ്യവാന്മാർ ഞങ്ങളാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങൾ എന്നും എവിടെ വെച്ച് മരിച്ചാലും നീ ഞങ്ങളെ ഏറ്റെടുക്കണേ പഠിച്ചവനെ. അള്ളാഹു നിന്റെ തൃപ്തിയിലായി മരിക്കാൻ തൗഫീഖ് തന്നെ പഠിച്ചോ. അതിനുവേണ്ടി അധ്വാനിക്കാനും പരിശ്രമിക്കാനും തൗഫീഖ് തന്നെ പഠിച്ചോ. അല്ലാ പഠിച്ചവനെ 4-ാം തീയതി 5-ാം തീയതി പുറപ്പെടാനുള്ള ജമാഅത്തുകളെ നീ കബൂലാക്കണേ പഠിച്ചവനെ. എവിടെല്ലാം ജമാഅത്തുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണോ ആ ജമാഅത്തുകളെ നീ കബൂലാക്കല്ല പഠിച്ചവനെ. ലോകത്ത് ദീൻ ഉണ്ടാവാൻ നീ ഞങ്ങളെ സബബുകളാക്കി പഠിച്ചോ. ഞങ്ങളെ കബൂലാക്കിത്താ അല്ലാ. ഈ മസ്ജിദിനെ കബൂലാക്കി പഠിച്ചവനെ. യാ അല്ലാ ഇതിനെ നീ സംരക്ഷിക്കണേ പഠിച്ചവനെ. ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ പഠിച്ചവനെ. യാ അല്ലാ ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എളുപ്പത്തിൽ പൂർത്തിയാക്കി പഠിച്ചവനെ. ഹലാലായ സമ്പാദ്യം കൊണ്ട് നീ പൂർത്തിയാക്കണേ പഠിച്ചവനെ. ഒരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടന്റെ അവസ്ഥ ഉണ്ടാക്കരുതേ പഠിച്ചവനെ. യാ അല്ലാ നിന്റെ ഖജനാവ് നീ അതിനെ പൂർത്തിയാക്കണേ പഠിച്ചവനെ. യാ അല്ലാ ഞങ്ങൾക്ക് ഇതിൽ പങ്കു തരണേ പഠിച്ചവനെ. യാ അല്ലാ ഞങ്ങളെ സമ്പത്തും ശരീരമൊക്കെ നിന്റെ നല്ല വഴിയിൽ ചെലവാക്കുന്നവരിൽ നീ ഞങ്ങളാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ ദുആ നീ കബൂലാക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. പഠിച്ചവനെ ഈ കൂട്ടത്തിൽ എവിടുന്നൊക്കെ വന്ന ആൾക്കാരുണ്ട് പഠിച്ചവനെ. നിന്റെ ദീനിന്റെ വഴിയിൽ ദൂരങ്ങൾ യാത്ര ചെയ്ത് വന്നവരുണ്ട് പഠിച്ചവനെ. യാ ഈ കൂടിയ ഞങ്ങൾ ആരെന്തെങ്കിലും ദുനിയാവിന്റെ എന്തെങ്കിലും കിട്ടും വിചാരിച്ച് കൂടിയതല്ല പഠിച്ചവൻ. യാ ഈ കൂട്ടത്തിൽ നിനക്ക് ആലിമീങ്ങളുണ്ട്, ഹാഫിളീങ്ങളുണ്ട് പഠിച്ചവൻ. ദീന്റെ പരിശ്രമത്തിന്റെ വഴിയിൽ വർഷങ്ങൾ ചെലവഴിച്ചവരുണ്ട് പഠിച്ചവൻ. ഇസ്ലാമിയത്തിലായി നിരച്ചവരുണ്ട് പഠിച്ചവൻ. ഒരുപാട് യുവാക്കളുണ്ട് ഹറാമുകൾ ഒഴിവാക്കി നിന്നെ അനുസരിച്ച് ജീവിക്കണവരുണ്ട് പഠിച്ചവൻ. യാ അല്ലാ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അമൽ ചെയ്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇല്ലാതിരിക്കൂല പഠിച്ചവനെ. യാ അല്ലാ അവരെ ആ അമലോർത്ത് ഞങ്ങളെ ദുആ നീ കബൂലാക്കല്ല. യാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ചന്റെ രാവാണ് പഠിച്ചവന്. യാ അല്ലാ പഠിച്ചവനെ ഞങ്ങൾ നിന്റെ മുന്നിൽ കൈനീട്ടാണല്ല. ഞങ്ങൾക്കൊരു യോഗ്യതയില്ല ഉറപ്പാട് പഠിച്ചവനെ. കുറ്റങ്ങളല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല പഠിച്ചവനെ. പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അമൽ ചെയ്ത് ആരെങ്കിലും ഉണ്ടാവും പഠിച്ചവൻ. അവരെ അമലോർത്ത് മൊത്തത്തിൽ കബൂലാക്കല്ല. ഞങ്ങൾ ആരെയും നിരാശരായി മടക്കല്ല പഠിച്ചവൻ. നീ ഞങ്ങളോട് പോടാന്ന് പറയല്ല അല്ല. ഞങ്ങൾ വേറെ എവിടെ പോകാനാ പഠിച്ചവനെ. നിന്റെ പടിവാദിക്കലല്ലാതെ വേറെ എവിടെ കൈ നീട്ടാനാണ് പഠിച്ചവനെ. എല്ലാരും ഞങ്ങൾ ഒഴിവാക്കി പഠിച്ചവനെ.
നീ നിന്റെ പടിവാതിൽക്കലല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലമില്ല പഠിച്ചവനെ. അല്ലാ പോടാന്ന് പറയാൻ നിനക്ക് അധികാരമുണ്ട് പഠിച്ചവനെ. ഞങ്ങൾ അത്രത്തോളം തമ്മാടികളാണ്. പക്ഷെ നീ ഞങ്ങൾ ഏറ്റെടുക്കണേ പഠിച്ചവനെ. ഞങ്ങൾ നിന്റെ ഹബീബിന്റെ ഉമ്മത്തികളാണ് പഠിച്ചവനെ. നീ ഞങ്ങൾ ഏറ്റെടുക്ക് പഠിച്ചവനെ. നീ ഞങ്ങളെ കബൂലാക്ക് പഠിച്ചവനെ. നന്നാവാൻ വേണ്ടി വന്നതാണ് പഠിച്ചവനെ. ഞങ്ങളെ നന്നാക്കി താല്ലാ. ഞങ്ങളെ നന്നാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ ദുആ കബൂലാക്കല്ലാ. കബൂലാക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ദുആ നീ കബൂലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.